ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നെല്ലിമല സിയോൻ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സഹപഠനും സ്നേഹിതനുമായിരിക്കുന്ന മാന്യ കർത്തദാസൻ ബ്ലസൻ കുഴിക്കാല അവർ ഈ സഭയിലെ മാന്യ ദൈവകുഞ്ഞുങ്ങൾ, വിശേഷിച്ച് സമീപവാസികളാകുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ, ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, ഈ ദേശത്ത് പാർക്കുന്ന എല്ലാ ഭവനങ്ങൾ, അതുപോലെ തന്നെ ഈ വാത്സല്യ ഭവനവുമായിട്ട് ഏറെ വർഷത്തെ ആത്മീക ബന്ധമുണ്ട്. തോമാച്ചൻ പാസ്റ്ററുമായിട്ട് വർഷങ്ങൾ കൊണ്ടുള്ള ആത്മീക ബന്ധമാണ്. ദൈവത്തിന് മഹത്വം. അതിന് മുഖാന്തരം കണ്ണോത്തെ ഭവനവുമായിട്ട് പുറമറ്റത്തെ പ്രിയ മോൻസിയുടെ മാതാവ്, ദൈവത്തിന് മഹത്വം. അപ്പോൾ ആ ഭവനമായുള്ള ആത്മീക ബന്ധമാണ് ദൈവത്തിന് മഹത്വം. അത് എനിക്ക് തോന്നുന്നത് 10-32 വർഷമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ അന്ന് ആ പഴയ ഭവനത്തിൽ വരുവാനും പാർക്കുവാനും ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ആ കുടുംബാംഗങ്ങളെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരെങ്ങാനത്ത് നമുക്കൊരാളുണ്ടാകുന്നത്, അതായത് അമ്മാച്ചനായിരുന്നു. ആരെങ്ങാനത്ത് അതാണ് ആരെങ്ങാനം അമ്മാമയായിരുന്നു. താടിക്കാരൻ ഭാഷ അപ്പുറത്തെ വീട് നീ പോന്നോ? ഉള്ളതാണ്. അപ്പം ആ ഭവനം, അതുപോലെ തന്നെ മോൻസിയുടെ സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് അങ്ങ് പുയൂര് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഭവനമാണ്. റജിച്ചായന്, അത് താവളത്തിലെ ജോയിച്ചായൻ്റെ പെങ്ങളുടെ മകനാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആത്മീക ബന്ധമുണ്ട്. ബഹ്റിനിൽ ചെന്ന സമയത്തൊക്കെ നല്ല കൂട്ടായ്മകളും കൂടിവരവുകളും ദൈവം ഒരുക്കി. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയ്ക്ക് ഞാൻ വന്ന് തോമാച്ചനെ കണ്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. അദ്ദേഹമായിട്ട് ഏറെ വർഷത്തെ ആത്മീക ബന്ധമാണത്. നല്ല ബന്ധങ്ങൾക്കായി സ്തോത്രം. മോൻസിയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഈ വൈകിയ വേളയിൽ ഒരവസരം ലഭിച്ചു, നമുക്കൊന്നിച്ചൊരു കൂട്ടായ്മ ലഭിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉമ്മനാടും നെല്ലിമലയിലുള്ള ദൈവമക്കളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല സന്ദർഭങ്ങളിലൂടെ പല സഭകളിലും ഒക്കെ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിപ്പാനിടയായിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ ഒരവസരം ദൈവത്താൽ ഒരുക്കപ്പെട്ടത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റ് മുഖേനകളൊന്നും പറഞ്ഞ് ഇനി സമയം കളയുന്നില്ല. എല്ലാ നടത്തിപ്പുകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നല്ല വെത്തപ്പാടും തിരക്കും ഉണ്ടെങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കൃപയാലും ദൈവം നടത്തുന്നു. രാവിലെ സ്നാന ശുശ്രൂഷ ഉണ്ടായിരുന്നത് കഴിഞ്ഞ് ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ് സഭായകം, അത് കഴിഞ്ഞ് വേറെ ഒന്നിൻ്റെ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണമായിരുന്നു. ദൈവത്തിന് മഹത്വം. വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഒരു യാത്രയുണ്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. അപ്പം പിന്നെ ദിവസങ്ങളെല്ലാം തിരക്കായതുകൊണ്ട് പിന്നെ ഇന്ന് വൈകിട്ടും ഞാൻ മോൻസിയോട് പറഞ്ഞു, ഇന്ന് വൈകിട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് പാസ്റ്ററോടും സഭയോടും അറിയിച്ച് ഇങ്ങനെ പെട്ടെന്ന് ഒരു ക്രമീകരണം ഒരുക്കി. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് രാത്രി ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വായിച്ചത് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യമാണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി. ഒരിക്കൽ കൂടി കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പാകതിൽ പാദകി ആമനി കായിലേ പാകതിൽ പാദകി ആമനി കായിലേ പരമ പവനം അതിനെ പരമ പവനം അതിനെ
നല്ല മുട ചെയ്തിടും മമ ചെയ്തിടും മുറ ചെയ്തിടും മമ ചെയ്തിടും മുറ ചെയ്തിടും മമ ചെയ്തിടും സുഖമിടും സ്തവമുഴുമിടും ദയവരുമിടും നൂറു പരമ കരുണ ദസരാസേ ഓ പരമ കരുണ ദസരാസേ ഓ പരമ കരുണ ദസരാസേ ഓ കരമുയർത്തി വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പരിചിതമായ തിരുവഴുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. വിശേഷിച്ച് ശാരീരിക ക്ഷീണത്തോടെ ഇരിക്കുന്നവരെയെല്ലാം ദൈവം സൗഖ്യമാക്കുകയും ബലപ്പെടുത്തുകയും ഈ യോഗം ഈ ദേശത്തിനും സമീപ ഭവനങ്ങൾക്കും ഇതിന് മുമ്പിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച് യത്നിച്ച ഏവർക്കും അനുഗ്രഹമാകട്ടെ. വന്നവർക്കും അനുഗ്രഹമാകട്ടെ, ഓൺലൈനിലുള്ളവർക്കും അനുഗ്രഹമാകട്ടെ. എല്ലാത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന രതീഷ് പാസ്റ്ററുടെ പിതാവ്, അതുപോലെ മറ്റു കർത്തൃദാസന്മാർ, ഈ വീട്ടിലെ മരുമകന് മാന്യ കർത്തൃദാസൻ, എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രസിഡന്റ് പാസ്റ്ററുമായിട്ട് അദ്ദേഹം ഓർപ്പിച്ചല്ലോ, ഏറെ വർഷത്തെ ആത്മീയ ബന്ധമാണ്. വിശേഷിച്ച് പാലത്തുംപാട്ടെ കുടുംബാംഗങ്ങൾ മിക്കവരും അവരുടെ പ്രധാന കുടുംബം നിൽക്കുന്ന തെക്കേത്തുണ്ടിയായിരിക്കും. അതിൻ്റെയും പഴയത് ശങ്കരപിടിയ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കാം. അതിനടിസ്ഥാനമായിട്ട് വായിച്ചത് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. മൈക്ക് എനിക്ക് നന്നായിട്ട് സുഖമുണ്ട് കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ. പേരെന്തുവാ? അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മതി, വളരെ നന്നായി. അപ്പോൾ യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം പാസ്റ്റർ ഒന്നുകൂടെ വായിച്ചു. ദൈവത്തിന്റെ മഹത്വം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. വേദപുസ്തകത്തിലെ 66 പുസ്തകം, അതിലെ പ്രവചന പുസ്തകം യെശയ്യാ പ്രവചനം മുതല് മലാക്കി പ്രവചനം വരിക. ഇത് സിയോൻകാരെ പഠിപ്പിക്കേണ്ട നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. ഇപ്പൊ പിന്നെ ഞാൻ പറയുന്ന ഒക്കുന്നുണ്ടോ നോക്കിയായിരിക്കുന്നത്. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ട്, അവരുടെ അറിവില്ല. അപ്പോൾ പ്രവചന പുസ്തകം യെശയ്യാ പ്രവചനം മുതല് മലാക്കി വരെയുള്ളതായ പ്രവചന പുസ്തകം. ഈ പ്രവചന പുസ്തകങ്ങളെ തന്നെ രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ച് പഠിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്റെ വലിപ്പമല്ല, പ്രവചനത്തിന്റെ വലിപ്പം അനുസരിച്ച്. ഇന്ന് വലിയ പ്രവാചകനും ചെറിയ പ്രവാചകനും എന്നൊക്കെ പറയുന്നത് പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. വില കൂടിയ വണ്ടിയും വലിയ വീടും ചുറ്റുപാടും കൂടെ അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ കടന്നു പോവുകയും സ്തോത്രം ഈ പരുവത്തിനൊക്കെ നിൽക്കുകയും ചെയ്യുന്നവരാണ് വലിയ ശരീരപ്രകൃതിയായി പറഞ്ഞു. അപ്പം 1 ലക്ഷത്തിന്റെ മൊബൈലും അതിനടുത്ത് വണ്ടി, ആളും വലിപ്പവും കുടുംബശ്രേഷ്ഠതയും പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, പിന്നെ ആത്മീയ ലോകത്ത് പിടിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാ പലരും വലിയ പ്രവാചകന്മാരെന്ന് പറയുന്നവർ. ചെറിയ പ്രവാചകന്മാർ സഞ്ചിയൊക്കെ തൂക്കി ചെരുപ്പ് ഒന്നും ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല, മൊബൈലും കണ്ടെന്ന് വരികയില്ല, ഒരു കുറ്റി സൈക്കിൾ പോലും കണ്ടെന്ന് വരികയില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ കാണാൻ വലിയ കാന്തവും വലിയ ഫിഗർ, ഒരു ഇംഗ്ലീഷ് ടിക്കറ്റ് തെറ്റിയോ ഇല്ല, കാണാനും വലിയ മെച്ചമൊന്നുമില്ല. ഇങ്ങനെ മുക്കിനും മൂലയ്ക്കും ഒക്കെ നിന്ന് വചനമൊക്കെ വിളിച്ച് പറയുന്നു. അത് നമ്മുടെയൊക്കെ പലരുടെയും ദൃഷ്ടി ചെറിയ പ്രവാചകന്മാരെന്ന്, മറ്റേത് വലുത്. പക്ഷേ നാം വലുതായി കാണുന്ന പലരും അവിടെ ചെറുതായിരിക്കും, നാം ഇവിടെ ചെറുതായി കാണുന്ന പലരും അവിടെ വലുതായിരിക്കും. അതെ, നമുക്ക് ആ ഭാഗം വിടാൻ. ഇത് വലിയ പ്രവാചകൻ ഗണത്തിൽപ്പെട്ടയാളാണ് യെശയ്യാ, ദൈവത്തിന്റെ മകൾ, ദൈവത്തിന്റെ രാജകുടുംബത്തിൽപ്പെട്ടയാളാണ്. ഉസിയാവ് അദ്ദേഹത്തിന്റെ പാപ്പനായിട്ട് വരും. ഇവരെല്ലാം കുടുംബാംഗങ്ങളാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു പ്രവാചകി എന്ന ആ പുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പേര് യെശയ്യാ പ്രവചനത്തിലാണ്. മാത്രമല്ല ഇദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രവചന ദൂത് നടത്തിയാണ്. ഇദ്ദേഹത്തെ പറ്റി വേദപഠിതാക്കൾ പറയുന്ന കൊടുത്തിരിക്കുന്ന നിങ്ങൾക്കറിയാം ഒരു വിശേഷണ പദം സുവിശേഷ പ്രവാചകൻ എന്ന. കാരണം യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ജീവിതചര്യ, ശുശ്രൂഷയുടെ വശങ്ങൾ, എവിടൊക്കെ ശുശ്രൂഷ ചെയ്തു, ഏത് വിധത്തിൽ, എങ്ങനെ, ഒടുവിൽ അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, പീഡകൾ, പങ്കപ്പാടുകൾ, അവിടുത്തെ തിരുമരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം, ആ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നത്, തിരുസഭയെ ചേർക്കുന്നത്, അനന്തരം 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. അതുകൊണ്ട് വേദപഠിതാക്കൾ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം സുവിശേഷ പ്രവാചകനെന്ന്. മാത്രമല്ല നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൽ 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനവും 66 അധ്യായങ്ങളാണ്. അങ്ങനെ സാമ്യ വശങ്ങളുണ്ട്. ആ ഭാഗമൊന്നും എടുക്കുന്നില്ല, അറിവുണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുജനനം എങ്ങനെയായിരിക്കും ജനിക്കുന്നത്? കന്യാസൂലമായി, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അതാണ് അദ്ദേഹം ആത്മാവിൽ കണ്ട് പ്രവചിച്ചത്. മാത്രമല്ല കർത്താവിന്റെ വിശേഷതകളെ പറ്റി 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രവചിച്ചു. എന്റെ ഭാഷ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കന്നി പ്രസംഗം, ആദ്യത്തെ പ്രസംഗം, വേദപുസ്തകത്തിൽ തെളിവ് തന്നിരിക്കുന്നതിന്റെ അനുസരിച്ച് ആദ്യത്തെ പ്രസംഗം അത് എവിടെയായിരിക്കും, എങ്ങനെ ആയിരിക്കുമെന്നും പ്രവചിച്ചത്
യെശയ്യാവ് 9-ാം അധ്യായമൊക്കെ പഠിക്കുമ്പം ആ കാര്യം മത്തായി 4-ഉം യെശയ്യാവ് 9-ഓടെ ചേർത്ത് പഠിക്കുമ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാകും, ബോധ്യപ്പെടും. അങ്ങനെ ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. പ്രാരംഭത്തിൽ 1-2 കാര്യം ഉറപ്പിക്കട്ടെ. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ആൾക്കാരുടെ സ്വസ്ഥത കെടുത്തുകയല്ല. ഇവിടെ കൃത്യം 9-ന് യോഗം നിർത്തും, സ്വസ്ഥതയൊന്നും കെടുത്തുകയല്ല. ചിലയിടത്ത് 11-ക്കും എല്ലാം ബഹളമാണ്. ഈ യോഗമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ ആൾക്കാർ 8:30 ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കും, പോകാനാ. ഇവിടെയും കാണിക്കും, എനിക്കറിയാം, ഇതിപ്പം നോട്ടം കാണുമ്പോൾ അറിയാം. അപ്പോൾ എന്നാൽ വേറെ ചില ആൾക്കാരും ചില ഇടങ്ങളിലൊക്കെ 11 ആയാലും പ്രശ്നമില്ല, റോഡുമൊക്കെ ബ്ലോക്ക് ചെയ്ത്. ഈയിടെ ഞാൻ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പം അണ്ടകേട് മറ്റൊരു സൈഡിൽ റോഡ് ബ്ലോക്കാണ്, പോകാൻ മേല. 11:15 പോകാൻ മേല. എല്ലാം പ്രശ്നങ്ങളാണ്. ആരാ എന്ത് വന്നെന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. ഞാൻ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും, മുഴുവൻ ബ്ലോക്കാണ്. പിന്നെ ഞങ്ങൾ കുമ്പളന്നാനം വഴി തിരിച്ച് അടിയൂര് ചാടി. അയ്യോ എന്തോ മെനക്കേടാന്നറിയാമോ? ആര് ചോദിക്കാനാ, ആരോട് പറയാനാ? ദൈവത്തിൻ്റെ മകത്വം. നമ്മളങ്ങനെ ഒരു ചെറിയ മൈക്കിൻ്റെ ഇതും വെച്ചാൽ മുക്കിന് നിന്നാണ് ഇല്ലേ? നിങ്ങൾ തന്നെ എങ്ങനെ പമ്പിയിരിക്കുന്നത്? നമ്മുടെ സാധുവായ ഒരു ഉപദേശീയൊരു മൈക്ക്, അത് മൈക്കും മാത്രമല്ല, ലോട്ടറിക്കാരൻ്റെ മൈക്ക് പോലെ വലിയ അർത്ഥമൊന്നുമില്ല. എന്നാലും വധിച്ചുകൊണ്ടിരുന്ന സൂക്കേടാ ചിലർക്ക്. എന്നാൽ ചിലർ റോഡ് മുഴുവൻ അങ്ങ് ബ്ലോക്കാണ്, വഴിയൊക്കെ തിരിച്ചു വിടുക. 11:30 ആയാലും രാത്രി 11:30 വലിയ പ്രശ്നമാണ്. അപ്പം എന്തായാലും കൊള്ളാം, അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതവിടെ നിൽക്കട്ട് ഒരു ചെറിയ സൂചന തന്നേ ഉള്ളൂ. ഇവിടെ കൃത്യത്തിൽ യോഗം നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോൾ കാണുമ്പോൾ എനിക്കറിയാം. അപ്പം എന്തായാലും കൊള്ളാം. ദൈവദാസനെ ഇവിടെ കസേര ഇങ്ങോട്ട് കയറിയിരുന്നു. നീ ഇങ്ങോട്ട് നോക്ക്, പുള്ളി അവിടെ പരുവത്തിന് ഇരുന്നോളും. അപ്പൊ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. എന്താ സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടി ബഹളവും പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ഓളവും മേളവുമല്ല. അവൻ സുവിശേഷം എന്ന് പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ചെയ്യുകയല്ല, ഭീഷണിപ്പെടുത്തുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. എടുത്തു വായിപ്പിക്കുന്നില്ല. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഇവിടെ ഇരിക്കുന്നവരിലൊക്കെ മനഃപാഠമാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ ഞങ്ങളുടെ സുവിശേഷം. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. അതാണ് സുവിശേഷം. ആ സുവിശേഷത്തെ കുറിക്കുന്ന പ്രവാചകനായിരുന്നു യെശയ്യാവ്. 1-2 കാര്യം ഓടിച്ച് പറയാം. സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? ചില പറയുന്നത് കുറെ ആൾക്കാരുടെ വൈദ്യപ്പെടുപ്പനാണ്. എവിടെ പോകുന്ന മോളെ? അവിടെ ഇരിക്കും. ഞാൻ ഇവിടെ എവിടെ പോവാം? അമ്മയായിട്ട് പോവാം. എന്നാ പോക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, എന്തിനായി സുവിശേഷം? സുവിശേഷം ഒരു തൊഴിലുമില്ലാത്ത കുറെ ആൾക്കാരുടേതല്ല. എന്നാളൊരു തള്ള പറയുന്നത് കേട്ടു, ഒരു ജോലിയും കൂലിയില്ലാത്ത കുറെ അവന്മാരിറങ്ങിയിട്ടുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഒരു ജോലിയും മേലയില്ലാത്ത കുറെ തള്ളയ്ക്ക് വട്ട. ഇത് ഒരു ജോലിയും കൂലിയും മേലയില്ലാത്തവരുടെ മാർഗമല്ല. എന്തിനായി സുവിശേഷം? ഒറ്റവാക്കി പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല ആൾക്കാരും രക്ഷപ്പെടണം. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒരേ ഒരു വ്യക്തി, നസറേയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശുവിന്റെ നാമം. ഈ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. ഈ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. ഈ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാ. ഇത് പകർന്ന തൈലം പോലെയാ. ഇത് സുഗന്ധം പരത്തുന്ന നാമമാ. ഇന്ന് രാത്രി ഈ നാമത്തിൽ അതിശയങ്ങളും അത്ഭുതങ്ങളും നടക്കും. ഈ രാത്രിയിലും ആരെങ്കിലും രോഗത്താൽ പീഡകളാൽ എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്താൽ നിനക്ക് സൗഖ്യവും വിടുതലുമുണ്ട്. അനുഭവിച്ച ദൈവമക്കളായി ഇന്ന് രാത്രി മറ്റത് കൂടിയിരിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിന്റെ മകത്ത് അവിടുത്തെ നാമം എല്ലാ നാമത്തിലും മേലായ നാമമാണ്. വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിതവല്ലഭ നാമമത. വാനിലും ഭൂമിയിലും മേലായ നാമം
ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നും എന്നും സ്തുതി സ്തോത്രമേ സങ്കടം ചഞ്ചല ശോഭന വേളയിൽ താങ്ങി നടത്തി നാമമത് സങ്കടം ചഞ്ചല ശോഭന വേളയിൽ താങ്ങി നടത്തിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നും എന്നും സ്തുതി സ്തോത്രമേ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. അതിനാ സുവിശേഷം. പൈസ കൊടുത്താലൊന്നും രക്ഷപ്പെടുകയല്ല, 10 എഴുതി കൊടുത്താലൊന്നും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ, യേശു ക്രിസ്തു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞങ്ങൾ ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ടതാ. മുമ്പേ പറഞ്ഞ പോലെ ശങ്കരപിരിയ എന്ന് പറഞ്ഞാലൊന്നും ഒന്നും രക്ഷപ്പെടുക. കാളികാവ പകലോ മറ്റോ ഇരുട്ടോ മറ്റോ ആയിക്കോട്ടെ, നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോവുകയല്ല. കുരിശുതൊട്ടിക്ക് തലം കൊടുത്തു. കുരിശുതൊട്ടി ഞങ്ങളുടെ അവിടെ ആയിരിക്കുന്ന പെന്തിക്കോസ് പള്ളി പണിയാൻ ഞങ്ങൾ 7.5 സെന്റ് 10 തികച്ച് കൊടുക്കുകയല്ല മിക്കവരും. അത് കൊടുത്തു. സഭയ്ക്ക് കസേര മേടിച്ചു കൊടുത്തു. ഇതിലെ മതിൽ കിട്ടിയത് ഞങ്ങളെ വാക്യം എഴുതിയത് എൻ്റെ മോൻ്റെ പൈസയാ. അതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടും. ഇമ്മാനുവേലിന് നമ്പർ മേടിച്ചു കൊടുത്താലൊന്നും രക്ഷപ്പെടില്ല. അത് പിന്നെ ഉറങ്ങുന്നവർക്കൊരു സുഖമാണ്, ഒന്ന് എഴുന്നേക്കുമല്ലോ അടിക്കുമ്പോൾ. അതൊക്കെ നല്ല കാര്യം. പക്ഷെ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, മെത്രാനുണ്ട്, പരിമല തിരുമേനി ഞങ്ങളുടെ ആളാ, ബാബ ഞങ്ങളുടെ ആളാ. അവരുടെ കാര്യം തന്നെ അതവിടെ നിൽക്കട്ടെ. സെൻട്രൽ പാസ് ഞങ്ങളുടെ ആളാ, ഉണ്ണുണ്ട് സാറിന്റെ കുടുംബത്തിൽപ്പെട്ട അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മാർഗമില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാനാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു വല്ല രക്ഷപ്പെടാൻ ഇതാ മാർഗം. പൈസയൊന്നും കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട, നേർച്ച കാഴ്ചകളൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന ഒരൊറ്റ വാക്ക് പ്രാർത്ഥന, യേശുവെ എന്നെ രക്ഷിക്കണം, എന്റെ ഹൃദയത്തിലേക്ക് വരണം. ആമേൻ. അവിടെ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകലരും രക്ഷപ്പെടാൻ. ഞാൻ എപ്പോഴും പറയും, ആരാ സുവിശേഷം കേൾക്കേണ്ട? സകല ആൾക്കാരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. 49-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ വായിക്കുന്നത് സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. ഒന്ന് വായിച്ചേര്. 49-ന്റെ 1. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി. എല്ലാരും ഇത് കേൾക്കണം. ഏതാ? സുവിശേഷം. ഇത് കേൾക്കണം. ഇത് കേൾക്കാൻ കൊള്ളാവുന്നത്, അതുകൊണ്ടാണ് കേൾക്കണമെന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമൊന്നും അല്ല. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയാൻ കൊള്ളുന്ന കാര്യവും അല്ല. അപ്പനും അമ്മയും മക്കളും വല്യപ്പനും വല്യമ്മ എല്ലാം കൂടി ഇരിക്കുമ്പോൾ പറയാൻ എല്ലാ കാര്യവും കൊള്ളുകയല്ല. അതിലെ ചില അമ്മമാര് വർത്താനം പറഞ്ഞ പിള്ളേരുടെ എന്നിട്ട് പൊടി മൂത്തവർ വർത്താനം പറഞ്ഞതിന്റെ മൂത്തവർ അങ്ങനത്തെയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പാടില്ലാത്ത അല്ലേ? ചെല്ലു പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? പ്രായമുള്ളവർ വർത്താനം പറയുന്നതിനിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രായമുള്ളവർ നല്ല വർത്താനമല്ല പറയുന്നത്. അല്ലെ പിന്നെ നല്ല നല്ല കൊച്ചുങ്ങളോട് കേൾക്കരുത്, മിണ്ടുന്നില്ല. കൊച്ചുങ്ങളോട് പറഞ്ഞാൽ ചാവാതിരിക്കുന്നു തോന്നിയില്ല, മുഖം കണ്ടിട്ട്. അപ്പൊ എല്ലാവരും ഇതാ പറയുന്നത്, മൂത്തവര് വർത്താനം പറയുന്നതിനിടെ. അപ്പൊ മൂത്തവര് പറയുന്നതല്ല അങ്ങനത്തെ കുരുക്ക് വർത്താനമാണ്. എന്നാൽ മൂത്തവർക്ക് ഇളയവർക്കും അപ്പനും അമ്മയ്ക്കും വല്യമ്മയ്ക്കും വല്യപ്പനും മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും കൂടെ ഇരുന്ന് കേൾക്കാൻ പറ്റാവുന്ന നല്ല വാർത്തയാ സുവിശേഷം. ആർക്കും കേൾക്കാം. യാമേ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. കാരണം കാതുകൾക്ക് കുളിർമ നൽകുന്ന വാർത്തയാണ് ഇത്. നല്ല വാർത്ത, സദ്വർത്തമാനം, അങ്ങനെ എഴുതിയേക്കുന്ന ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. മറ്റു വാർത്തകളൊന്നും നല്ല വാർത്തയല്ല. ചുറ്റിക്കെടുത്ത് തലയുടെ തലയടിച്ച് പൊട്ടിച്ചു കൊന്നു. നല്ല വാർത്തയാണോ?
നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഒന്നും നല്ല വാർത്തയല്ല. കൊച്ചുങ്ങളെ പെറുക്കി കിണറ്റിലിട്ട് കാമുകന്റെ കൂടെ ഓട്ടോയിൽ കയറിപ്പോയി, നല്ല വാർത്തയാണോ? അവർക്കത് നല്ലതായിരിക്കും. കൊച്ചുങ്ങളെ കിണറ്റിലിട്ടെന്ന് 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച കുഞ്ഞുങ്ങളെ, സ്തോത്രം, ഭാര്യയെ വെട്ടി കണ്ടിച്ചു, നല്ല വാർത്തയാണോ? അല്ല. അമ്മായിയമ്മയുടെ തലയ്ക്ക് ജരവത്തടിക്ക് അടിച്ചു. അടിച്ചാലിനെ ഈയിടെ ഞാൻ കണ്ടു. അടികൊണ്ട തള്ള പിന്നെ കുറെ നാൾ കഴിഞ്ഞ് അത്തുപോയി. ആ സഹോദരി ഇപ്പൊ പെന്തിക്കോസില്ല, ഇപ്പൊ ആത്മാവിലാകുന്ന ജരവത്തടിക്ക് അടിച്ചെന്ന്, നല്ല വാർത്തയാണോ? ഈ ടൈപ്പുള്ളവർ പറയും നന്നായി പോയിട്ട് ഞങ്ങളുടെ തള്ളയിലൊന്നും തല്ലാനിരിക്കുകയാണ്. ഇതൊക്കെ അങ്ങനെയുള്ളവർക്ക് നല്ല വാർത്തയായിരിക്കും, പക്ഷെ ഇത് നല്ല വാർത്തയല്ല. അവിടെ വയനാട്ടിലെ ഉരുള് പൊട്ടി, നല്ല വാർത്തയല്ല. എത്രയോ ജീവൻ പൊലിഞ്ഞു പോയി. കോവിഡ് വന്ന സമയത്ത് അനേക പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോയി, നല്ല വാർത്തയല്ല. ഇപ്പോഴും അതിന്റെ ദുഃഖവും വേദനയും മാറിയിട്ടില്ല പലർക്കും, ഇതൊന്നും നല്ല വാർത്തയല്ല. കേൾക്കുന്ന വാർത്തകളൊന്നും നല്ലതല്ല. സുവിശേഷകരെ വെട്ടിക്കണ്ടിക്കുന്നു, കത്തിക്കുന്നു, നല്ല വാർത്തയാണോ? അവർക്ക് നല്ല വാർത്തയായിട്ട് തോന്നും. അല്ല. അവനവന്റെ മതത്തിൽ ചേർത്തിലെ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി ചേർക്കുക, വടിവാള് കറക്കി ചേരണ ഞങ്ങളുടെ മതത്തിൽ, അത് നല്ല വാർത്തയല്ല. തോക്ക് ചൂണ്ടിയേച്ച് മതത്തിൽ ചേർക്കുക, അല്ല, നല്ല വാർത്തയല്ല. അപ്പൊ ഈ കേൾക്കുന്ന വാർത്ത മുഴുവൻ മനസ്സിന് ഭീതി ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, നിരാശ വരുത്തുന്ന, വർദ്ധിക്കുന്ന വാർത്തകളാണ്. ഇതിന്റെ നടുവിൽ നല്ല വാർത്ത ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. ആർക്കും കേൾക്കാം, ആരോടും പറയാം, എവിടെയും പറയാം, ആർക്കും അംഗീകരിക്കാം, ആർക്കും അനുഗമിക്കാം, ആർക്കും സേവിക്കാം, ആർക്കും സ്നേഹിക്കാം, ആർക്കും ആരാധിക്കാം, ഏത് ആൾക്കാർക്കും അടുത്തും വരാം. ഏത് പ്രായക്കാർക്കും സുവിശേഷത്തിനിടയ്ക്ക്, സുവിശേഷം യേശുക്രിസ്തുവാണ്. യേശുവിനിടയ്ക്ക് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും വരാം, ഏത് സമയത്തും വരാം. രാത്രിയിലും വരാം, പകലും വരാം, വെളുപ്പിനെയും വരാം, അർദ്ധരാത്രിക്കും വരാം. കൊച്ചു സഹോദരിമാർക്ക് വരാം, 30 വയസ്സുള്ള സഹോദരിക്കും വരാം, 50 വയസ്സുള്ള സഹോദരിക്കും വരാം, 90 അമ്മയ്ക്കും വരാം, അപ്പച്ചനും വരാം, ആർക്കും വരാം, ഏത് ദിവസവും വരാം. നിങ്ങളും ചൊവ്വായും മുതലും എല്ലാം ഇവിടെ വാതിൽ തുറന്നു കിടക്കുക. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാവർക്കും ചെല്ലാനൊക്കത്തില്ല, എപ്പോഴും ചെല്ലാനും ഒക്കത്തില്ല. അതിനൊക്കെ ഒത്തിരി ക്രമീകരണങ്ങൾ, ഒത്തിരി പടികളുണ്ട്. എന്നാൽ സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഏത് സമയത്തും വരാം. ഇതിനകത്ത് തരംതിരിവൊന്നുമില്ല. തരംതിരിവ് നമ്മൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറയാം, സമയമുണ്ട്. 9 മുന്നേ നോക്കട്ടെ ഒപ്പുവെന്ന് പറയാം. അതൊക്കെ നമ്മൾ ഒപ്പിച്ചു വെച്ച കുരുക്ക. സുവിശേഷത്തിന് യാതൊരു തരംതിരിവില്ല, ആർക്കും ഈ മാർഗത്തിൽ വരാം, യേശുവിനെ അറിയാം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. ഈ ജാതിയും മതമൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ച വിക്രിയകളാണ്. സ്തോത്രം, മനുഷ്യനുണ്ടാക്കി വെച്ചതാണ്. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അവിടുന്ന് സ്നേഹമാണ്. ഏത് വ്യക്തിയെയും അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട്. അതെ, അപ്പൊ എല്ലാവരും ഇത് കേൾക്കണം. ഇനി ഈ സുവിശേഷം കേട്ടാലുള്ള ഗുണമെന്നാ ഞാൻ സാധാരണ പറയാറുണ്ട്. സുവിശേഷം കേട്ടാൽ ആ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ധാരാളം സംഭവങ്ങൾ നടന്നതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് വായിക്കുമ്പോൾ ആ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, അവിടുത്തെ തിരുജനനം, ആ ജനനത്തോട് ബന്ധപ്പെട്ട് അനേക കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ന്റെ 8 മുതൽ താഴോട്ട് വായിപ്പിക്കുന്നില്ല. ഒന്ന്, സുവിശേഷത്താൽ ഇരുട്ട് മാറും. അവിടെ എഴുതിയിരിക്കുന്നത് അന്ന് ആ പ്രദേശത്ത് രാത്രിയിലായി സംഭവം. നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ട് ആ ഭാഗം വായിപ്പിക്കാത്ത രാത്രിയിലാണ്. അപ്പൊ പെട്ടെന്ന് കർത്താവിന്റെ തേജസ് ചുറ്റി മിന്നി വെളിച്ചം വന്നു. അപ്പോൾ അതിന്റെ അർത്ഥം സുവിശേഷത്താൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇരുട്ട് മാറും. നിന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ചില സ്ഥലങ്ങളിലോട്ടൊക്കെ ചെന്ന് നല്ല വെട്ടവും വെളിച്ചവും ഒരു ഐശ്വര്യമാണ്. എവിടെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അവരൊക്കെ ബുദ്ധിയോടൊക്കെ ചിന്തിക്കും. എന്നാൽ ചില ഇടങ്ങളിലോട്ട് എന്നാൽ ഒരു
ഒരു ബുദ്ധിമുട്ടൊക്കെയാ. നിങ്ങൾക്കത് അനുഭവത്തിനുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾക്കെല്ലാം ഒരുപോലാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ അനുഭവിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ ചില ഏരിയയിലോട്ട് ചെന്ന് എന്തോ ഒരു ഐശ്വര്യവും, അല്ല ചില വീട്ടിൽ ചെന്ന് ഒരു ഐശ്വര്യമല്ലേ, ചില വീട്ടിൽ ചെന്ന് രണ്ടു നിലയൊക്കെയാ, ഭയങ്കര മാർബിൾ കെട്ടിടമൊക്കെയാ, പക്ഷെ യാതൊരു ഐശ്വര്യവും ഇല്ല. വാതുക്കലും രണ്ടാണ് ഇരിപ്പുണ്ട്, അതൊട്ടും ഐശ്വര്യമില്ല. വെറുതെ മെനക്കേട് കേസ് ഒത്തിരി ഉണ്ട്. എന്നാൽ ചില വീട്ടിൽ ചെന്ന് ആ വാതുക്ക ഇരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്, ഒരഴകാണ്. പണ്ട് ജാതകല്ലേ ആ ഒച്ചമ്മ പറഞ്ഞോ, എൻ്റെ ഒച്ചപ്പെണ്ണെ ഈ വാതുക്കൽ ഇരിക്കുന്നത് തന്നെ ഒരു പൊലിമയായിരുന്നു. ചില ആൾക്കാർ വീട്ടിലുള്ളത് തന്നെ ഒരു അനുഗ്രഹമാണ്, ഒരു ഐശ്വര്യമാണ്. കാശും പുത്തനുമല്ല ഞാനീ പറഞ്ഞത്, ദൈവകൃപയുടെ വിശേഷമായി പറഞ്ഞു. നിങ്ങൾ ചിലരോട് സംസാരിച്ച് എന്തോ ഒരു പ്രത്യാശയാണ്. അതെ, പ്രത്യാശയാണ്. ഈയിടെ ഞാൻ നമ്മുടെ കർത്താവിൻ്റെ വലിയൊരു ദാസൻ പി.ജി. മാസ്റ്റർ അവരെ കാണാനെന്ന് പോയി. എന്തെങ്കിലും രോഗശാന്തിയിൽ നിൽക്കുന്ന വിശ്വസിക്കുന്ന അനുഭവിക്കുന്നയാളാണ്. ഞാൻ കാണാൻ പോയി. എന്തോ ഒരു പ്രത്യാശ. 91 കഴിഞ്ഞു. 91 കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചത് ആത്മീയ വിഷയമല്ലാതെ വേറൊന്നും പറയുന്നില്ല. കാലിൻ്റെ അവിടെ പൊട്ടി തുരന്നിരിക്കുക, അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. ഞാൻ ഇടയ്ക്കിടെ ചോദിച്ചാൽ അച്ചായക്കണം അത് വിടെ, ഇത് പറ. നിങ്ങൾക്കൊരു ഞൊണൽ വന്നാൽ മതി, പിന്നെ ആഴ്ച സാക്ഷിയും പിന്നെ മുഴുവൻ ആൾക്കാരുടെ ഇതിൻ്റെ പുരാണമായിരിക്കും. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് അവിടെ അല്പസമയം ഇരുന്നോണെങ്കിൽ പഠിച്ചു. തുറന്നിരിക്കുക പഠിത്തം. അപ്പം ഞാൻ ഒരു പ്രായമുള്ള സീനിയർ ദൈവദാസൻ, ബഹുമാന്യ ദൈവദാസൻ, ഞാൻ ചോദിച്ചു അച്ഛൻ അത് വിടെ, ഇത് പറ. പുള്ളി ആത്മാക്കളെ നേടിയ കാര്യവും സ്നാനപ്പെടുത്തിയ കാര്യവും ശുശ്രൂഷ ചെയ്തതും ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ആ പുള്ളി പറയാൻ. അത് വിടാൻ നമ്മളന്ന് തുറന്നത് മാത്രം എടുത്ത് സകല ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരിക്കും. അതാണ്ട് ഇത്രയും തുറന്ന എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ കൂട്ടിട്ട് നോക്കുന്നു. നമുക്ക് ആ വിഷയം വിട്ടേക്ക്. അപ്പോൾ ഈ സുവിശേഷത്താൽ ഇരുട്ട് മാറും. എത്രയെത്ര വ്യക്തികളുടെ ഇരുട്ട് മാറി. പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റാഞ്ഞതാ സുവിശേഷം എന്നമ്മ മാറിയത്. എന്റെ ഭാഷയെ പറഞ്ഞാൽ കുടിച്ച് അവൻ കൂത്താടി നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും പേടി സ്വപ്നമായി സ്വൈരക്കേട് വരുത്തി 4 കാലയിൽ ഓടയിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന പല ആൾക്കാരും സത്യസുവിശേഷം കേട്ടപ്പോൾ ആ മദ്യപാനം നിർത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. ആ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യമുണ്ടായി. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റി. അത് മാറ്റുന്നത് ആ സുവിശേഷം. സ്തോത്രം. എത്രയെത്ര കുടുംബങ്ങളുടെ ഇരുട്ട് മാറി. എന്നും തമ്മിൽ തല്ലും ആലോക്യവും ബഹളവും, അമ്മായിയും മരുമകളും നാത്തൂനും ചേട്ടത്തി അനിയത്തി എന്നും ഗാർഗിൽ യുദ്ധമാണ്. അതെ, കയ്യിൽ ബോംബില്ലെന്നേ ഉള്ളൂ, അതിലും കട്ടിയുള്ള സാധനമായി എറിയുന്നത്. പക്ഷേ സുവിശേഷമാണ് വീട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാമായി സ്വീകരിച്ച് ദൈവകൃപയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആരോഗ്യമെല്ലാം മാറി. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്, പക്ഷെ മിക്കടുത്തും അങ്ങനെ. ഇപ്പൊ അവിടെ സന്ധ്യയാകുമ്പോൾ പാട്ട് പ്രാർത്ഥനയും ജഗത്തിൻ ഘോഷം ഉല്ലാസ ഘോഷം. അപ്പൊ ശ്രദ്ധിക്കുക, എത്ര കുടുംബങ്ങളുടെ ഇരുട്ട് മാറി, ദേശത്തിന്റെ ഇരുട്ട് മാറിയില്ലേ. ഒരു കാലത്ത് നമ്മുടെ ഈ ദേശം രാജ്യം വഴി നടക്കാൻ പറ്റും, എല്ലാവർക്കും വഴി നടക്കാനൊക്കത്തില്ല, വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. അടിമ കമ്പോളങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു, അടിമ ചന്തകള്, പള്ളിക്കുടുത്ത് കയറ്റുകയല്ല, ആഭരണം ധരിക്കാൻ എല്ലാവർക്കും ഒക്കത്തില്ല, വഴിയെ നടക്കാനൊക്കത്തില്ല, നല്ല വസ്ത്രം ധരിക്കാനൊക്കത്തില്ല. എന്തെല്ലാം അന്ധകാര നിബിഡമായ ഒരു അന്തരീക്ഷമായിരുന്നു. അതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. മാന്യമായിട്ട് വസ്ത്രം ധരിക്കാനും പള്ളിക്കുടുത്തി പോകാനും അക്ഷരം പഠിക്കാനും അന്തസ്സായിട്ട് ജീവിക്കാനും സമൂഹത്തോടും ആമെ സഹവർത്തിത്വം പുലർത്തുവാനും ഇടയാക്കിയത് സത്യസുവിശേഷം വന്നതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് സുവിശേഷം ഇരുട്ട് മാറ്റും. ആഫ്രിക്കയുടെ ചരിത്രം ഒന്നും ഞാൻ പറയേണ്ടതൊക്കെ പഠിച്ചവരും അറിവുള്ളവരുണ്ട്. മനുഷ്യനെ തിന്നുന്ന സ്ഥലമായിരുന്നു. സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇത് നടക്കൂ. അപ്പോൾ സുവിശേഷം ഇരുട്ട് മാറ്റും.
ജീവിതത്തിന്റെ, കുടുംബങ്ങളുടെ, ദേശത്തിന്റെ, രാജ്യങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. അതുകൊണ്ട് എവിടെയും ഉയർത്തുവാനും പറയുവാനും പറ്റുന്ന ഒരേ ഒരു കാര്യം സുവിശേഷമാണ്. ദൈവത്തിന് ഇതാരുടെയും കുത്തകയല്ല, ഒരു സഭക്കാരുടെയും കുത്തകയല്ല. സുവിശേഷം എല്ലാം കൂടെ ഞങ്ങളുടെ സഭയ്ക്ക് തന്നിരിക്കുന്നത്, ഞങ്ങളുടെ സഭക്കാർ പറഞ്ഞോളാം, നിങ്ങളുടെ സഭക്കാരും പറയണ്ട, ഞങ്ങളുടെ സഭ പറഞ്ഞാൽ ഇത് ഏക്കൂ. അങ്ങനെ ഇവരൊക്കെ അവിടെ നിന്നും വിളിച്ച് പറയരുത്. സുവിശേഷം ഒരു സഭക്കാരുടെയും കുത്തകയല്ല, സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും 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 നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് ഇരുട്ട് മാറ്റും മാത്രമാണോ? ഇത് ഭയം മാറ്റുന്നതാണ്. അവിടെ ദൂതന്മാര് വന്ന് പറയാ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയം മാറ്റി. ഇന്ന് രാത്രി ഏതേലും വിഷയത്തിൽ ഭയത്തോടെ ഭാരത്തോടെ ആരെങ്കിലും വന്നെങ്കിൽ നിന്റെ ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. രോഗപീഠകളാലോ, സാമ്പത്തിക ബുദ്ധിമുട്ടിനാലോ, കുടുംബ പ്രശ്നങ്ങളാലോ, തലമുറയുടെ വിഷയത്താലോ, ശാരീരിക വ്യതകൾ കൊണ്ട് ഏതേലും വിഷയത്തിൽ കടഭാരമോ, ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി ഭയത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി നിന്റെ ഭയം മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. ആ സുവിശേഷം പറയാ, ഭയപ്പെടേണ്ട, ഇരുട്ട് മാറ്റും, ഭയം മാറ്റും മാത്രമാണോ? സന്തോഷം തരും. സന്തോഷം 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 തരുന്ന മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അവിടെ എഴുതിയിരിക്കുന്ന ദൂതന്മാർ പറയുന്നുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. മഹാസന്തോഷം. മനുഷ്യൻ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് സന്തോഷം വരുന്നില്ല. പല ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിലും സന്തോഷമൊന്നുമില്ല. ചിരിക്കുന്നു നമ്മളെ കാണാൻ. എന്തുകൊണ്ട് വെച്ചാൽ അത് ഈ ചിരിക്ക് അസ്ഥിയില്ലാത്തത് കൊണ്ടാണ്. ആത്മാർത്ഥമായ ചിരി അല്ല. ദൈവത്തെ പറയാൻ അറിയാം ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുമെന്ന്. അതിനാ അസ്ഥി വെക്കാതെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അസ്ഥി വെക്കാരുന്ന ഒരു ചിരി ഇരിക്കണ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇല്ലേ? ചിലരുടെ മുഖം ഒരിക്കലും തെളിയത്തില്ല. ഈ ചിലര് ധരിക്കുന്നത് ചിരിച്ചാലാണ്ട് വലിയ മഹാഭാവമാണ്. ഈ കള്ളയാത്മീയം നടിക്കുന്ന ആൾക്കാരുണ്ട്, വലിയ കള്ളന്മാരാണ്. എപ്പോഴും എപ്പോഴും ചിരിച്ചിരുന്ന അത് വേറെ അസുഖമാണ്, അത് വേറെ കേസാണ്, അതിന് വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഈ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നെന്നാണ് എഴുതിയേക്കുന്നത് ഇല്ലേ? രണ്ടിന്റെ 7 വായി എടുത്ത് വായി. ഏത് 2-ാം വായിക? സങ്കീർത്തനം. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവയോട് അരുളിച്ചത് 4 4-ാം വാക്യം വായിച്ച സുഭാഷൻ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. മതി. സ്വർഗത്തിൽ വസിക്കുന്നവൻ. അവിടെ ചിരിക്കുന്ന വേറെ വിഷയമാ. അവിടെ ചിരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പട്ടുകളിയെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുക. കാരണം ജാതികൾ കലഹിക്കുന്ന വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. അത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുക. ദൈവമേ ഈ പട്ടനെല്ലാം കൂടെ എങ്ങനെ കാണിക്കുന്നുണ്ട്. അതാ ചിരിക്കാൻ കാര്യം. പശ്ചാത്തല ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. പശ്ചാത്തലം ഇതാ, ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ സിയോൻ കോട്ടയ്ക്കകത്ത് യബൂസ്യരെല്ലാം കൂടെ പറഞ്ഞു, ദാവീദ് ഇവിടെ കടക്കത്തിൽ, ഇവിടുത്തെ കുരുടന്മാരും മുടന്തന്മാരും വരും. അത് കഴിഞ്ഞ് 18-ാം വാക്യം വായിക്കുമ്പോൾ ഫെലിസ്ത്യരും വന്ന് തനിക്കെതിരെ അണിനിരന്നു. ഇവരെല്ലാം കൂടെ കൂടി ആലോചിച്ച് വെച്ച് പറഞ്ഞു, ഇവന് ഇതിനകത്ത് കടക്കത്തില്ല, ഇവനെ ഞങ്ങൾ തകർക്കും, ഇവനെ ഞങ്ങൾ നശിപ്പിക്കും, നമ്മുടെ കുരുടൻ. അപ്പം ഇതെല്ലാം കൂടെ കണ്ടും കേട്ട് സ്വർഗത്തിരിക്കുന്ന ചിരിക്കുക. കാരണം ദാവീദിനെ ഇവിടെ രാജാവാക്കാൻ ദൈവം പദ്ധതി ഇട്ടതാണ്. അതിന് വിരുദ്ധമായിട്ട് ഇവരിങ്ങനെ കൂട്ടുകെട്ടും നിരൂപണങ്ങളും വ്യർത്ഥ നിരൂപണങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പറയുക അതൊന്നും വില പോകുകയായിരുന്നു. ഇടയ്ക്ക് കയറി പറയാ, ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ട്, അതിന് വിരുദ്ധമായിട്ട് ആര് തന്ത്രം ഉണ്ടാക്കാൻ ഏൽക്കുകയല്ല. അത് കാണുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. കാരണം 2-ാം സങ്കീർത്തനം മശീക സങ്കീർത്തനമാണ്. 2:12 വായിക്കുന്നുണ്ട്, അവൻ സ്വന്തം കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ അത് മശീക സങ്കീർത്തനമാണ്. അപ്പൊ മിശിഹായോട് ബന്ധപ്പെട്ടും സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. എന്നാണ് നമ്മുടെ കർത്താവ് മരിച്ചു. അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറെ കൊണ്ട് അടക്കിയപ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൂടി പറഞ്ഞു, ഇവൻ ഉയർത്ത് വരുമെന്നാ പറഞ്ഞേക്കുന്നു. അപ്പൊ പറഞ്ഞു, എന്നാ പോകാൻ വേണ്ടി നമുക്ക് കല്ലുരുട്ടി വെക്കണം. ഇവന്മാര് കല്ലെല്ലാം ഉരുട്ടുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. കാരണം 3-ാം ദിവസം ഇത് ഉരുണ്ട് മാറി ദൂതൻ ഇതിന്റെ മണ്ടക്കിരിക്കാൻ പോവുക. അന്നേരം ഇവന്മാര് കല്ല് കമ്മിറ്റി, നമുക്കെല്ലാം കമ്മിറ്റിയാ, കല്ല് കമ്മിറ്റി, സ്റ്റോൺ കമ്മിറ്റി, ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ?
മിക്ക സഭയിൽ സ്റ്റോണാ, കാരണം അനക്കമൊന്നുമില്ലല്ലോ. സ്റ്റോൺ കമ്മിറ്റി ഒരേ കസേരയിൽ കയറി അനങ്ങാതെ മിണ്ടുന്നില്ല. മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. കമലുകാർ കൂടി വെച്ച് കല്ലുരുട്ടി വെക്കുക. അപ്പൊ ചോദിച്ചു വേവിച്ചാൽ ശരിക്കും വെക്കണം, വിടവൊന്നും കാണരുത്. ഇങ്ങനെല്ലാം ഇവന്മാര് ഡയലോഗ് അടിക്കുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കാൻ കാര്യം 3-ാം ദിവസം കല്ലറ ഇങ്ങോട്ട് ഉരുട്ടി മാറ്റി വെച്ച് ദൂതൻ അതിന്റെ മണ്ടയിൽ കയറിയിരിക്കാൻ പോവാ. ഇത് വല്ലോ ഈ പൊട്ടന്മാരറിയുന്നുണ്ടോ? ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്നാ പറഞ്ഞു. ആര് നിനക്കെതിരെ കല്ലുരുട്ടി വെച്ചാലും തടഞ്ഞു വെച്ചാലും അതിനെ അടിച്ചു മാറ്റി ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വേണം തുറക്കുകയും ആരും തുറക്കാതെ വേണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. സ്തോത്രം. കല്ലുരുട്ടി വെക്കുക മാത്രമല്ല, കല്ലുരുട്ടി വെച്ചിട്ട് പറഞ്ഞു കല്ല് മാത്രം പോരാ, മുദ്ര വെക്കണമെന്ന് റോമൻ ഗവൺമെന്റിന്. അതിനെ റോമക്കാരുടെ ആ മുദ്ര വെച്ച ഒരിക്കലും കയറി തൊഴിലല്ലെന്ന്. ഈ വർത്താനവും കാട്ടായും കാണിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ഇത് ഒരു മുദ്രയാ. വെളിപ്പാടിൽ 7 മുദ്രയാ പൊട്ടിക്കുന്നത്. പുസ്തകം തുറക്കാനും മുദ്ര പൊട്ടിക്കാൻ യോഗ്യൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ആരുമില്ല. അപ്പൊ യോഹന്നാൻ കരഞ്ഞപ്പം മൂപ്പന്മാരെടുത്ത് പറഞ്ഞു, എന്തിനാണ് ആ കരയുന്നത്? യഹൂദാഗോത്രത്തിന്റെ സിംഹവും. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവൻ മുദ്ര പൊട്ടിക്കാൻ ജയം പ്രാപിച്ചിരിക്കുക. ഇവർ റോമൻ ഗവൺമെന്റിന് ഒരു മുദ്ര പൊട്ടിച്ചപ്പോൾ പിന്നെ ആണെങ്കിലും തമ്പുരാൻ സ്വർഗത്തിരിക്കുക. എടാ 7 മുദ്ര പൊട്ടിക്കാൻ കഴിവുള്ളവനെയാ അവൻ സ്തോത്രം ഒരു മുദ്ര വെച്ച് അടയ്ക്കാൻ പോകുന്നത്. സ്വർഗത്തിരിക്കുന്ന ചിരിക്കുക. ദൈവത്തിന് മഹത്വം. അപ്പൊ പറഞ്ഞു ഈ ചതികൻ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. ഇനി അവന്റെ ഭൃത്യന്മാരെല്ലാം കൂടെ ശിഷ്യന്മാര് വന്ന് മോദിച്ചുകൊണ്ട് പോയിച്ച് പറയും അവൻ ഉയർത്തെന്നാ പറഞ്ഞാൽ പിന്നെയും നമുക്ക് വിനയാ. അതുകൊണ്ട് തന്നെ കാവല് പടയാളികള് ഏതാണ്ട് 100 പടയാളികള് കുന്തവും പരിചയമായിട്ട് നിർത്തിയിരിക്കുക. യവന്മാര് കുന്തമായിട്ട് വരുമ്പോ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. നിന്റെ കുന്തം മനസ്സിലാകുന്നുണ്ടോ? വല്ലോ സ്വർഗത്തിരിക്കുന്ന ഞാനൊരു കാര്യം പറയാ, നിനക്ക് വിരോധമായി കരുക്കളും തന്ത്രങ്ങളും ഒരുക്കുമ്പോൾ സ്വർഗത്തിരിക്കുന്നവൻ ചിരിക്കുക. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ ആദരിക്കും. നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ആയുധവും ഫലിക്കത്തില്ല. അത് നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, അവൻ സുവിശേഷം വന്നു കഴിയുമ്പോൾ സന്തോഷം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. സുവിശേഷത്തെ കൊണ്ട് ഇത് കിട്ടുമുള്ളൂ. സന്തോഷം അത്രേ ഉള്ളൂ. ഈ ദൈവസന്നിധി വന്നിരിക്കുമ്പോഴാണ് കൂടുതലും സന്തോഷിക്കുന്നത്. ഇതുപോലെ വീട്ടിലെങ്ങാനും ഇരുന്ന് സന്തോഷിച്ചാലോ ഭർത്താവ് ചോദിക്കുന്നതിനെ ഇങ്ങനെ ഇരിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ മാട്ടാണോ? രാവിലെ തന്നെ ഇരുന്ന് ചിരിച്ചാലോ? പിള്ളേരോട് നാളെ പറയും എന്തോ കുഴപ്പമുണ്ട് നമുക്ക് കൊണ്ടുപോകാന്ന് പറയും. നാക്കടയിലാണെങ്കിൽ കുറച്ചുകൂടെ അടുത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ വലിയ കേസാണ്, വേറെ സ്ഥലമുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ സന്തോഷിക്കാം, ആനന്ദിക്കാം. സന്തോഷം സുവിശേഷത്താൽ മാത്രമാണ്. നമ്മുടെ സന്തോഷത്തിന്റെ വിശേഷത സങ്കീർത്തനക്കാരൻ പാടി, ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലധികം സന്തോഷം. ഇത് പറഞ്ഞെന്ന് അറിയിക്കാനൊക്കെ അതിൽ അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സന്തോഷം. എങ്ങനെയാ സന്തോഷം? ആ സന്തോഷം ഉണ്ടാകുന്ന മുഖാന്തരമുണ്ട്. കാരാഗൃഹവാണി അവിടെ വായിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഓ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തോ ആനന്ദമേ. ഓ ഈ മഞ്ചരിയുടെ മുടയുന്ന നേരത്ത് അല്പകാലം കൂടെ താമസിച്ചിടും ആത്മപ്രിയൻ മുഖം മുത്തിടാവേ. എപ്പോഴും സന്തോഷം നൽകുന്ന ആനന്ദമേ പരമാനന്ദമേ. അപ്പൊ ശ്രദ്ധിക്കുക, കാരാഗൃഹ പ്രമാണി നമ്മുടെ സന്തോഷത്തിന്റെ റൂട്ടാ പറയുന്നത്. കാരാഗൃഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. അവിടെ വായിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം. ദൈവത്തിൽ വിശ്വസിച്ചവരൊക്കെ ആനന്ദിക്കണം. നമ്മുടെ വിശ്വാസത്തിലാണ്. അതെ, ഇതിനെ എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ആ വസന്ത വന്ന കോഴി വരുമ്പോലുള്ള മരവും വന്നുവെച്ചാൽ പഴയ കസേര മടക്കി വെച്ചതുപോലെ ഇരിപ്പും ഒരു സന്തോഷമില്ല.
ദൈവത്തിൽ അങ്ങനെ വാക്യമായി ഞാൻ നിർമ്മിച്ചു ഒപ്പിക്കാനാണ് ഇതുങ്ങളെല്ലാം ചിന്തിച്ചേക്കുന്നത്. വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 16-ാം അധ്യായത്തിലല്ലയോ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കമാണെന്ന് ചെന്നല്ലയോ? 16-ാം അധ്യായത്തില് വായിച്ചേ. ഭക്ഷണം പിന്നെ കഴിക്കാം, ഇത് വായിക്കും. ഭക്ഷണത്തിന്റെ കാര്യമാണ്. അത് വായിക്കും. ദൈവത്തിൽ വിശ്വസിച്ചതിൽ അതാ ഭക്ഷണത്തിന് ഒരു ആനന്ദമുണ്ട്. ഇത് കഴിഞ്ഞ് അപ്പോൾ സന്തോഷിക്കാൻ കാരണം ദൈവത്തിൽ വിശ്വസിച്ചതിൽ എന്ന് പറഞ്ഞാൽ സത്യദൈവമായ, ഏകദൈവമായ, നിത്യദൈവമായ, സാക്ഷാൽ ദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തു, ആ ദൈവത്തിൽ വിശ്വസിച്ചതില്ല. അവിടുന്ന് ഏകദൈവമാ, സത്യദൈവമാ, നിത്യദൈവമാ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു, ആ ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആനന്ദമാണ്. ദൈവത്തിന് മഹത്വം, നമ്മുടെ സന്തോഷം അതാ. അല്ലാതെ പൂട്ടാൻ ചാറ്റ അടിച്ചതിന്റെ അല്ല. റബ്ബറിന്റെ വില കൂടിയപ്പം വന്ന സന്തോഷമൊന്നുമല്ല. അല്ലല്ലോ. പിള്ളേര് കാനഡയ്ക്ക് പോയി, അതാണോ സന്തോഷം? കൊച്ചുങ്ങളവിടെ കിടന്ന് കഷായിക്കുക. ഇവിടെ ഞെളിഞ്ഞടക്കാം. മോനിവിടെ കാനഡ അവൻ തണുപ്പ് മേടിച്ച് ഐസ് മാരി കോരി അവിടെ നിന്ന് ജോലി ചെയ്യാൻ വേറെ ആളിനെ കൊച്ച നിന്ന് കോരുക. എന്താ ഇവിടെ കാനഡ എപ്പോഴും നെല്ലുവില കളിക്കുന്ന ഇവിടെ ഉണ്ട് കാനഡ. കൊച്ചുങ്ങളവിടെ കിടന്ന് കഷായിക്കുക. പൊടിക്കൊച്ചിനെ നോക്കാൻ ആളില്ല. അപ്പൊ പറഞ്ഞ് അങ്കമ്മാമയെ കൊണ്ട്, അങ്കമ്മാവ് കൊടുത്തത് അങ്കമ്മയെ കനപ്പിക്കാൻ കൊണ്ട്, കൊച്ചിനെ നോക്കാൻ കൊണ്ടുപോകുന്നതാണ്. അങ്ങ് അവിടെ ചെന്ന് തണുപ്പും പിടിച്ച് അടിച്ച് നീരും വെച്ച് കയ്യിൽ സോക്സ് ഇട്ട് കാലേ സോക്സ് കയറ്റി പടലിക്ക് ചുറ്റുന്ന അവളെ അതെല്ലാം ചുറ്റി അടിച്ച് 2 കണ്ണ് മാത്രം കാണാം. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. ഇവിടെ മോൻ അമേരിക്കയ്ക്ക് അങ്ങോട്ട് പോയില്ലേ? പോയി നിങ്ങൾ പോയോ? ചെല്ലു. പോയതിന് കുറ്റമൊന്നും പറഞ്ഞതല്ല. പിള്ളേര് പോട്ടെ, നന്മ കൊടുക്കട്ടെ. പക്ഷെ അതല്ല സന്തോഷം. നീ രക്ഷിക്കപ്പെട്ടതാ സന്തോഷം. നീ ഒരു ദൈവവൈദ്യനായി തീർന്നതാ സന്തോഷം. യേശുവിനെ വിശ്വസിച്ചു, യേശുവിന്റെ ഉള്ളത്തിൽ വന്നു. എനിക്ക് ആ പാട്ട് മൊത്തം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ പാട്. യേശുവിന്റെ ഉള്ളത്തിൽ വന്ന നാളിൽ അങ്ങനെ പാട്ടില്ലേ? എന്ത് മാറ്റം? അതാ യേശു ഉള്ളത്തിൽ വരണം. യേശു കലണ്ടറെ ഭിത്തിയെ കടന്നിങ്ങനെ ആടിയാ പോരാ. മനസ്സിലായില്ല? ആണിയെ തടഞ്ഞ യേശു കടന്ന് ആടുക അതല്ല. യേശു അകത്ത് വരണം. സ്തോത്രം. യേശു അകത്ത് വരണമെന്ന്. അവ ദൈവത്തിൽ വിശ്വസിച്ച് തരാൻ ആനന്ദം. അവ സന്തോഷിക്കാൻ നമ്മുടെ രീതികളാ. കാരാഗ്രഹമാണ് കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം, അതാ നമുക്ക് ആനന്ദം. മാത്രമാണോ വലിയ പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് വരിക ഷാണ്ണൻ? പുള്ളി പള്ളിയെ പോയിട്ട് വണ്ടിയെ വരിക. നേരെ വന്നപ്പോ മൊബൈലിൽ മിസ് കോൾ വിട്ടോണ്ടിരിക്കുകയല്ല, തിരുവെടുത്ത് വായിച്ചോണ്ടിരിക്കുക. നമ്മള് അങ്ങോട്ട് പോകുമ്പോഴും മൊബൈല, പള്ളിക്കകത്തിരിക്കുമ്പോഴും മൊബൈല. ഉപദേശം നല്ല കണക്കിന് പ്രസംഗിക്കുമ്പോഴും അവൻ സൈഡ് ബിസിനസ് ആയത്. എന്തിനാടാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വരുന്നത്? എന്നിട്ടും പറയാം ഞാൻ വാക്യം നോക്കാം. പിന്നെ വാക്യം നോക്കാം. അവിടെ ഇരുന്ന് മൊബൈലിൽ കളിക്കുകയാണ് മിക്കതും. ആരാധനയ്ക്ക് വേറെ പുസ്തകം ചിലപ്പോ കൊണ്ടുവരികയില്ല, കൊണ്ടുവരത്തില്ല. എല്ലാം ഉണ്ടെന്നാ. എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്. 46-ാം സങ്കീർത്തനം എടുത്ത് തോണ്ടിയപ്പോ ലില്ലിക്കുട്ടി ഇറങ്ങി വരുന്നു. എന്നാൽ അതിന് ലില്ലിക്കുട്ടിയെ കണ്ടാക്കാൻ സങ്കീർത്തനം അവിടെ എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ? പക്ഷെ വേറെ പുസ്തകം മുന്നോട്ട് മടക്കാൻ 46 മാത്രമേ ഉള്ളൂ. അതിനകത്ത് 46 തന്നെയല്ല. അത് പറയാം എല്ലാം ഉണ്ട്, കയ്യിലിരിക്കട്ടെ. അപ്പൊ ഒരു കാര്യം പറയാം, നമ്മുടെ സന്തോഷം രക്ഷിക്കപ്പെട്ടതാണ്. അപ്പൊ ശന്തന് ദൈവാലയത്തിൽ പോയി ഇങ്ങോട്ട് വന്നപ്പോ തേരിൽ നിന്ന് തിരുവെടുത്ത് വായിക്കുക. അപ്പൊ ബീരിപ്പോച്ചൻ ഇവിടെ ശുശ്രൂഷ ശമരിയിൽ ബീരിപ്പോച്ചനോട് പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓടി ഗസറ്റുള്ള നിർജ്ജന ദേശം അങ്ങോട്ട് ചെന്നു. തേരാണ്ട് വരുന്നത് ചേർന്ന് കയറാൻ പറഞ്ഞു, കയറി ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. എന്തുവാ വായിക്കുന്നത്? ഓ ഞാൻ ഫേസ്ബുക്കിൽ ചില കാര്യങ്ങൾ, അതൊന്നുമല്ല, ഞാൻ തിരുവെടുത്ത് വായിക്കുക. ഏത് ഭാഗമാണ്?
യെശയ്യാ പ്രവചനം. ഏതാ വിഷയം? അറക്കാനുള്ള ആടെ പോലെ. ഇതാരെ പറ്റിയാ? വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഓ, ഞാനിങ്ങനെ വായിച്ചു വിടുന്നതേ ഉള്ളൂ. ഒന്നും അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ വായിച്ചൊക്കെ വിടുക. പണ്ടൊരാൾ വായിച്ചു, രാമനോ മുണ്ടില്ല, ലക്ഷ്മണനോ തോർത്തുമില്ല, ഹനുമാൻ ഓരോരോ രോമങ്ങൾ വിടുതെറിഞ്ഞു. രാമൻ ഉണ്ടില്ലെന്ന, ലക്ഷ്മണൻ ആ കാര്യം ഓർത്തില്ല. അതിന് പുള്ളി പറഞ്ഞ് രാമന് മുണ്ടുമില്ല, ലക്ഷ്മണന് തോർത്തുമില്ല, മുണ്ടും തോർത്തുമില്ല നടക്കുക. വായിച്ചങ്ങ് വിടുക. ചെല്ലി വായിക്കുന്നതന്നെ ഉണ്ട്, നമ്മുടെ ഇടയിലുമുണ്ട്. പണ്ടൊരാൾ വായിച്ചു, ഞാൻ എപ്പോഴും പറഞ്ഞ വായിച്ചു, എഫെസോസിൽ വെച്ച് ഞാൻ മൃദംഗ യുദ്ധം ചെയ്തു. ഞങ്ങളൊരു പൊതുവെ ചോദിച്ചു, മൃദംഗ തവലയാണ് നീ വായിക്കേണ്ടത്. മൃഗയുദ്ധം ചെയ്തെന്നാ പുള്ളി വായിച്ചു വിടുക. എഫെസോസിൽ വെച്ച് പുള്ളി വായിക്കുക. ഇതെന്നാണ് പോലും. ഈ അടുത്ത കാലത്തിലാണ് യഹോവ എന്നുള്ളത്. യഹോവ അങ്ങ് വായിക്കുക. ഇതെന്നാണ് പോലും തിട്ടമൊന്നും വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുവൻ പൊരുള് തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? പീലിപ്പോച്ചൻ പൊരുള് തിരിച്ചു കൊടുത്തു. ഇതാരെ പറ്റിയാണെന്നറിയാമോ? യേശുവിനെ പറ്റിയാ. എന്തോ വിഷയമെന്നറിയാമോ? എന്നതാ വിഷയം? ആ തിരുവഴുത്തിനെ അടിസ്ഥാനമാക്കി സുവിശേഷം പറഞ്ഞെന്നാ വായിച്ചേ. 35 മുതലുള്ള വാക്യം വായിച്ചേ. 35. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഈ തിരുവഴുത്തിനെ അടിസ്ഥാനമാക്കി യേശുവിനെ പറ്റിയുള്ള സുവിശേഷം അറിയിച്ചു, നന്നായിട്ട് അറിയിച്ചു. അങ്ങനെ സുവിശേഷം ഫിലിപ്പോച്ചൻ പറയുന്നു, പുള്ളി കേൾക്കുന്നു, വായിക്കുന്നു, പറയുന്നു, പുള്ളി കേൾക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നേര് പോയപ്പം താണ്ട വെള്ളമുള്ളൊരു സ്ഥലം. ഉടനെ ഫിലിപ്പോച്ചനോട് ഷണ്ണം പറഞ്ഞു, വെള്ളം അതിനെ ദാഹിക്കുന്നു? അല്ലല്ല, സ്നാനം. ദാഹിക്കുന്നതിന് കുപ്പിവെള്ളമുണ്ട്, വെള്ളം അതിന് സ്നാനപ്പെടണം. അവൻ സുവിശേഷം പറഞ്ഞപ്പോ അതിനകത്ത് സ്നാനം പറഞ്ഞതുകൊണ്ടല്ലേ പുള്ളി പറഞ്ഞാണ്ട വെള്ളം പറഞ്ഞ് വെള്ളമൊക്കെ കണ്ടു. ഇനി ചിലപ്പം വെള്ളം കണ്ടെന്നും വരും. നീ വിശ്വസിക്കുന്നു? ഉടനെ ശരണം പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലാകാം. വിശ്വസിക്കുന്നവരെ അമ്മ കണ്ടത്. അല്ലാതെ അമ്മച്ചി ആകാറ അമ്മ ഇനി അതിന് മുങ്ങമ്മേ. അമ്മ ഇനി ജീവൻ പോകുന്നതിന് മുന്നേ എന്റെ തമ്മ അങ്ങനെ മുങ്ങിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. പിള്ളേരെല്ലാം ഗൾഫിലും മറ്റു രാജ്യങ്ങള് മുങ്ങച്ച സ്വസ്ഥത കെടുത്തിട്ടാൽ പറഞ്ഞ് മുങ്ങാന്ന്. വിശ്വാസം കണ്ടാ മുക്കിയത്. അവിടെ വെള്ളക്കാല് കണ്ട മുക്കിന്റെ പുള്ളി ചോദിച്ചു, ഇന്ത്യ എല്ലാം സൂക്കേട് തീർന്നല്ലോ. അത് കളിക്കോട്ട് കയറിച്ച് വേറെ വഴിക്ക് പോയി. അതിനാന്നോ മുങ്ങുന്നേ? അല്ല. അടുത്ത ആഴ്ച കല്യാണം, ഈ ആഴ്ച മുങ്ങ കല്യാണത്തിന് കൊണ്ട് അവന് തന്നെ പോലും അവനറിയത്തില്ലെന്ന് തോന്നുന്നു. ഇത് കല്യാണം നടത്താനല്ല മുങ്ങുന്നേ. അങ്ങേയറ്റം പറ്റി അന്നാ മുക്കിയൊക്കെ അതിനല്ല, സൂക്കാട് തീർക്കാനുമല്ല, യേശുവിനോട് ചേരാനാ, യേശുവിനെ ധരിപ്പാനാ, അവിടുത്തെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാനാ. ഈ ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ നീതിയാ. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അന്നേരം ക്ഷണം പറഞ്ഞു, വെള്ളം വിശ്വസിക്കുന്നു. എന്തിനാണ്? മുക്കി കഴിഞ്ഞപ്പോ പുള്ളിക്ക് നെഞ്ചുവേദന വന്നെന്നല്ല എഴുതിയേക്കുന്നത്. വായിച്ചേ. മുക്കിയപ്പോ എന്നാ സംഭവിച്ചത്? നീ പൂർണ്ണഗതിയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുക്കി കഴിഞ്ഞപ്പോഴുള്ള വാക്യം വായിച്ചേ. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. അങ്ങനെ സന്തോഷിച്ച് തന്റെ അതാ സന്തോഷം. അപ്പൊ നമ്മുടെ സന്തോഷം രക്ഷിക്കപ്പെടുമ്പോ സന്തോഷം, രണ്ട് സ്നാനപ്പെടുമ്പോഴും. അല്ലാതെ ഇതുപോലൊരു ചതികൾ. എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? കാല് തെറ്റി വെള്ളത്തിൽ പോയതാണോ? അല്ല, അവിടുത്തെ കൽപ്പനയാണ് മനസ്സിലായപ്പോൾ ഇറങ്ങിയതാണ്. പ്രതികൂലമൊക്കെ വരും, പ്രശ്നമൊക്കെ വരും, പോരാട്ടമൊക്കെ വരും.
പക്ഷെ അകത്ത് ഭയങ്കര സന്തോഷമാണ്. Praise the Lord. അത് അനുഭവിച്ച ദൈവമക്കളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കർത്താവിന് മഹത്വം. ഷണ്ണൻ സന്തോഷിച്ചു പോയെന്നാണ്. പീലിപ്പോറ്റിനെ ആത്മാവ് എടുത്തോണ്ട് പോയി അസ്തോതി കൊണ്ട് നിർത്തി. ഇതാ ശുശ്രൂഷ. ഇന്നത്തെ പീലിപ്പോറ്റൻ അന്ന് തേരെ നിറങ്ങുകയല്ല. ഞാനും വരിക ഒക്കെന്നെങ്കിൽ തേര് കിട്ടുകയാണെങ്കിൽ ശുശ്രൂഷയാണ്. അപ്പൊ സന്തോഷിക്കാൻ കാരണം ഒന്ന്, ദൈവത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ സന്തോഷം, രണ്ട് സ്നാനപ്പെടുമ്പോഴും, മൂന്ന് അഭിഷേകം പ്രാപിച്ചാലും സന്തോഷം. അത് വലിയ സന്തോഷമാണ്. കൊറോണിലിയോസിന്റെ വീട്ടിൽ പത്രോസ് ചെയ്യുന്നു. പുള്ളിക്ക് പോകാനൊക്കെ മടിയായിരുന്നു. ഹൃദയമൊക്കെ ദൈവമല്ലേ അറിയുന്നത്. പുള്ളി ഒറ്റ പ്രസംഗത്തിനൊക്കെ 3000 പേരെ അകത്ത് കയറ്റിയെങ്കിൽ അകത്ത് ഇച്ചിരി ഏതാ പറ, നിങ്ങൾ പറ, ചുമ്മാ ഇരിക്കല്ലേ, പറ, ഇച്ചിരി വെച്ചിരുത്തൊക്കെ ഉണ്ട്. അത് അവരാണറിയാവുന്ന തുപ്പട്ടി ഇറക്കി കാണിച്ചു. ഒരാൾ വായിച്ചു തീപ്പെട്ടി കാണിച്ചു. തീപ്പെട്ടി തേപ്പൊട്ടിയൊന്നുമല്ല, തുപ്പട്ടി ഇറക്കി കാണിച്ചു. സകല ജാതി നാൽക്കാലികളുടെ ജാതി അറുത്ത് തിന്നാൻ. അത് വായിച്ചോണ്ട് നമ്മുടെ ആൾക്കാർ മുഴുവനുള്ളതിനെല്ലാം അറുത്തങ്ങ് ഒരൊറ്റ പന്നിയെ പോലും വിടാത്ത വിശുദ്ധന്മാരുണ്ട്. അറക്കാറുണ്ട്. അത് തിന്നാനൊന്നും കാണിച്ചു കൊടുത്തതല്ല. ദൈവം വിശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എന്ന് പറഞ്ഞാൽ നീ കൊറോണിലിയോസിന്റെ വീട്ടിൽ പോകണമെന്ന്. ചില വീടുകളിൽ പ്രാർത്ഥന വെച്ചാൽ ചെല്ലു പോകുകയല്ലോ. എല്ലാം ഒരു സഭയാ, പക്ഷെ പോകുകയല്ല. പോയാലും തീരുന്നതിന് മുന്നേ മാപ്പിളയും പെമ്മളയും കൂടെ അങ്ങ് തിരിച്ചു പോകും. ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ഭയങ്കര വിശുദ്ധന്മാരാ. ഇപ്പൊ നിങ്ങൾ എന്തിക്കുക, ഇപ്പൊ ഇയാളെ വിളിച്ചത് മെനക്കേടാണല്ലോ. എന്ന് മെനക്കേടൊന്നുമില്ല, കാര്യം പറയുന്നതേ ഉള്ളൂ. ഇട്ടോണ്ട് അംഗീകരിച്ചാൽ മതി. പത്രോസിന് ഈ ഇച്ചിരി അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു പോകും. കൊറോണിലിയോസിന്റെ വീട്ടിൽ ചെന്നോന്റെ കുട്ടി പറഞ്ഞു വന്നത് ഉപകാരം, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, പറ. പത്രോസ് വാ തുറന്നു. അങ്ങനെ എഴുതിയേക്കുന്നത്. പത്രോസ് നമ്മളെന്ത് ചെയ്താൽ വാ തുറക്കുക, ഇനി ഒടുവിൽ തുറക്കാനിക്കാം. നിർത്താൻ നേരത്ത് കുട്ടനാട്ടിലൊരു മീനുണ്ട്, മുതുകില. വാ വിളിക്കുമ്പോഴത്തേക്ക് 3 കല്ലേലി ആയോ. അല്ല തുറക്കുക, പിന്നെ തുറക്കും, ജീവൻ പോകാൻ നിർത്തും. അതിനൊന്നും ഇടവരുത്തരുത്. നിനക്ക് ആയുസ്സും അവസരവും കിട്ടുമ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. പത്രോസ് വാ തുറന്നു, നന്നായിട്ട് വചനം പറഞ്ഞു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ സുവിശേഷം പറഞ്ഞു. അങ്ങനെ വചനം പറഞ്ഞപ്പോൾ 44-ാം വാക്യം വായിച്ചേ. 44, 10-44 പെട്ടെന്ന് വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ട് കരികല്ലിരിക്കുമ്പോൾ ഇരുന്നല്ല. പിന്നെയോ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സങ്കടപ്പെട്ടെന്നല്ല, അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് എഫെസോസിൽ നടന്ന കൊർന്നേലിയോസിന്റെ വീട്ടിൽ നടന്ന കാര്യം. അഭിഷേകം, ഈ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിച്ചാൽ സന്തോഷമാണ്. രക്ഷിക്കപ്പെടുന്ന സന്തോഷമാണ്. സ്നാനപ്പെടുന്നത് സന്തോഷമാണ്. അഭിഷേകം പ്രാപിച്ചാൽ ഇതാ നമ്മുടെ സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. അതുകൊണ്ടാണ് ദൂതന്മാര് വന്ന് പറഞ്ഞത് സർവ്വജനത്തിലും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. യേശുവേ നീ സ്വർഗ്ഗത്തിൽ എന്റെ നാമം എഴുതി ആരും ഭാഗ്യം സന്തോഷം ആരും ഭാഗ്യം സന്തോഷം.
ലോകത്ത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പോൾ സുവിശേഷത്താൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഓടിച്ച ഭാഗം ഒന്ന് വിടുക. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ട? സകല ആൾക്കാരും ഇത് കേൾക്കണം. കേട്ടാനുള്ള ഗുണമെന്ന: 1, ഇരുട്ട് മാറും; 2, ഭയം മാറും; 3, സന്തോഷമുണ്ടാകും; 4, കണ്ണീർ കരുതുകൊണ്ട് നമുക്കൊരു രക്ഷിതാവിനെ കിട്ടി. യേശു എന്ന രക്ഷിതാവ്, ക്രിസ്തു എന്ന രക്ഷിതാവ്, നമുക്കൊരു രക്ഷകനെ കിട്ടി. എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. യേശു നിന്നെ രക്ഷിക്കും. എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിരാശപ്പെടണ്ട. യേശു നിന്റെ കുടുംബത്തെ രക്ഷിക്കും. അവിടുന്ന് രക്ഷിക്കാൻ കഴിവുള്ളവൻ. ഇതാണ് സുവിശേഷം. ഇങ്ങനെയുള്ള സുവിശേഷത്തെ പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ടാണ് യെശയ്യാവിനെ സുവിശേഷ പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സുവിശേഷ പ്രവാചകനാകുന്ന യെശയ്യാവ് പ്രവചിച്ച പ്രവചന പുസ്തകത്തിലെ 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ് ഇന്ന് രാത്രിയിലെ തിരുവചനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. എല്ലാ ഭാഗവും ഒന്നും പറയാൻ ഒക്കത്തില്ലെങ്കിലും ചില കാര്യം നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ എന്ന് പറയാം. 59-ന്റെ 1-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ ഉറങ്ങിയിട്ടില്ല. ഈ 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പലരും. നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവചനം 58-ാം അധ്യായം ഉപവാസ പ്രാർത്ഥനയും വ്യവസ്ഥയുമാണ്. വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥനയും വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും. വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും ഉണ്ട്, വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും ഉണ്ട്. ചിലർ ചുമ്മാ ഇരുന്ന് ഉപവസിക്കുന്നുണ്ട്. ബുധനാഴ്ച ഉപവാസം, വെള്ളിയാഴ്ച ഉപവാസം, ഞായറാഴ്ച ഉപവാസം, പിന്നെ 3, 7, 21. മിക്കവരും പലരുമായിട്ട് മിണ്ടുക പോലുമില്ല. വെറുതെ കഞ്ഞിയും വെള്ളവും കുടിക്കാതെ ഇരിക്കുക. എന്നും ഉപവാസമാണ്. അങ്ങനെ നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ഉപവസിക്കുന്ന ആൾക്കാർ ചില ക്രമീകരണങ്ങൾ ചെയ്തിട്ട് വേണം ഉപവസിക്കാൻ. 6-ാം വാക്യം അതിൽ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. യെശയ്യാവ് 58:6. അന്യായ ബന്ധനങ്ങളെ അടിക്കുക, മുഖത്തിന്റെ അമിക്കറുകളെ അടിക്കുക, പീഡിതരെ സ്വന്തം വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിവരിക്കുന്നില്ല, വായിച്ചു വിടുക. അടുത്തത്, വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത് കൊടുക്കണം. ഉപവസിക്കുന്നവർ അങ്ങനെയൊക്കെ ചെയ്യണം. അലഞ്ഞു നടക്കുന്ന വിശപ്പുള്ളവനപ്പം ഇത് മതിലും കെട്ടി ഗേറ്റ് വല്ലായിട്ട് പൂട്ടി ഗേറ്റിൽ എഴുതി വെക്കുക. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ആരങ്ങോട്ടി എല്ലാനാ പട്ടിയുണ്ട്, മിണ്ടുന്നില്ല. ഇപ്പൊ പിന്നെ ഞെക്കുന്ന ഗേറ്റാ. കട്ടർ മാറ്റി നോക്ക്, നമുക്ക് വേണ്ടപ്പെട്ടതാണോ എന്ന്. മിണ്ടുന്നില്ലല്ലോ ആരും. എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഉപവസിക്കുമ്പോഴേ വിശക്കുന്നവനപ്പം മുറുക്കി കൊടുക്കണം. ഏത് സമയത്തും ആര് നമ്മുടെ വീട്ടിൽ വന്നാലും ഉള്ളതിന്റെ ഒരു വിഹിതം കൊടുക്കണം. ഉച്ചയ്ക്കാ വരുന്നെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊടുക്കണം. രാവിലെ ആണെങ്കിൽ ഉള്ളതിന്റെ വിഹിതം, ഉള്ളത് മതി. ചിലപ്പോൾ കപ്പ പിടിക്കുന്നത് മുള ഉടച്ചതായിരിക്കും. മതി. അതാ പറയുന്നതിനും കൊടുക്കുന്നതിലും ഒക്കെ ഒരു ഐശ്വര്യവും ഒരു തൃപ്തിയും ഉണ്ട്. കപ്പ ഒഴുങ്ങിയാൽ മുള ഉടച്ചത്. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ അതിൽ ഒരു ചേരി വേക്കുക. നമുക്ക് 2 കഷണം കപ്പ കഴിക്കാം. ഞങ്ങൾ ഇതാ കഴിക്കുന്ന നല്ല കപ്പയാ, മലമാറാം, നല്ല രുചിയാ, അവിടെ നെയ്യ് പോലെ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ വേണ്ടാത്തവനും കൂടെ ഒരു കഷണം എടുക്കും. ഇതങ്ങനല്ലല്ലോ. കപ്പ വേണോ? വേണ്ടല്ലോ. കൂട്ടാനൊന്നുമില്ല, മുള ഉടച്ചതാ, എണ്ണയില്ല. മനസ്സിലാകാഴിയൊന്നുമല്ല. നിങ്ങൾ അതിന്റെ അപ്പുറത്തെ വേന്ദ്രന്മാർ ഇതിനകത്ത്. ഉച്ചക്കൊരാളെ കഴിച്ചായിരിക്കും വന്നല്ലേ, അവൻ വിശന്ന് പ്രാണം കഴിച്ചായിരിക്കും. അവിടെ ഇരിക്കും, ഞങ്ങൾ കഴിച്ചു വരാം. ഞങ്ങൾ എനിച്ചിട്ട് താമസിച്ചു പോയി. എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. ആദ്യമായിട്ടൊരുത്തം വന്നു. മാപ്പിളൻ നമ്മളോട് ആകെ 2 മുട്ടയുള്ളെന്ന്. മാപ്പിളയ്ക്കും പപ്പളയ്ക്കും ഓരോ മുട്ടക്കറിയില്ല. ബ്രദറെ വരുന്നേ, മുട്ട എടുത്ത് വാങ്ങിക്കോ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞു. നിങ്ങൾ പിന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നത്. വിശപ്പുള്ളവന് കൊടുക്കണമെന്ന്. നീ കഴിച്ചില്ലെങ്കിലും അവന് കൊടുക്കണം. ഉപവസിക്കുന്നവരോടായി പറയാനേ. നീ ഉപവസിക്കുന്നതിന് അവനെ വിശന്നിരുത്തേണ്ട കാര്യമുണ്ടോ? ചില ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന അടുപ്പിപ്പോലും വരുന്നവന് പോലും ഇച്ചിരി വെള്ളം. ഇവൻ കൊത്രാക്കൊള്ളി ഒപ്പിച്ചാനായിരിക്കുന്ന 3.
അതിനും ചുമ്മാ ഇരിക്കുന്നവനെയും കൂടെ വെള്ളം കുടിപ്പിക്കാതെ അവൻ പ്രാർത്ഥിക്കാല്ല, നിന്നെയെല്ലാം പ്രാകുക. ഇടക്കിടക്ക് നോക്കും. നമ്മൾ ഓർക്കുന്ന വിടുതലിനാണ്. ഇന്നും എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ മനസ്സിലാകണല്ലേ? ചുമ്മാ ഇങ്ങനെ എലവൻ കേവിയെ കുറിച്ച് ഓടിയിരിക്കരുത്. ഉപവാസ പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. മോക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ഇല്ലേ? ഇനിയും തെളിയിച്ചു പറയണോ? വേണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, വിഷമുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കണം. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാര് കർത്താവ് താൻ കൂടെ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. മുന്നോട്ട് പോകുന്ന പാപമൊക്കെ വന്ന് കാണിച്ചു. അപ്പോൾ ക്ലയോപാവ് എന്ന് പറയുന്നൊരുത്തനുമുണ്ട്. അയ്യോ, നേരം വൈകി അസ്തമിക്ക, ഇന്ന് ഞങ്ങളുടെ കൂടെ. അങ്ങനെ അങ്ങോട്ട് ചെന്ന് അവരുമായിട്ട് ഇരുന്നപ്പോൾ അവൻ സ്വോത്രം യഹൂദന്റെ ഉണ്ണുണ്ണി സാറ് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും പ്രസംഗം കേട്ടിട്ടുണ്ട്. സാറപ്പച്ചന്റെ അതിഥിയുടെ കയ്യിൽ അപ്പം കൊടുക്കും. അവരെടുത്ത് വാഴ്ത്തി നുറുക്കണമെന്ന അതിന്റെ തിരുമേശയല്ല, അല്ലാതെ അപ്പം. അതിഥിയാകുന്നവനെ പിടിച്ച് നടുക്കിരുത്തി അപ്പം കൊടുത്തേച്ച് പറഞ്ഞു നുറുക്കാൻ. അപ്പം എടുത്ത് നുറുക്കിയിൽ അവർ അവനെ അറിഞ്ഞെന്ന് എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം എടുത്തിങ്ങനെ നുറുക്കിയപ്പോൾ ഇടത്ത് വശത്തിരുന്നതിനും വലത്ത് വശത്തിരുന്നതിനും കൈയുടെ അവൻ സ്വോത്രം ആണിപ്പാട് കണ്ടു. സ്തോത്രം. അപ്പം ഇങ്ങനെ എടുത്ത് നുറുക്കിയപ്പോൾ ക്ലയോപാവ് കണ്ട ആണിപ്പാട്, അപ്പറയുന്നത് ആ വ്യക്തി പുള്ളിയും കണ്ട ആണിപ്പാട്. അപ്പോൾ അവനെ അറിഞ്ഞു. ദൈവത്തിന് മഹത്വം. ഞാൻ പറഞ്ഞത് അപ്പം നുറുക്കി കൊടുക്കണം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും പിന്നെ അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും. അവിടെ ആശ്വാസഭവനം ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങളുടെ ചിന്ത. ഉണ്ടല്ലോ. ഈയിടെ ഞങ്ങൾ ഒരാളെ കൊണ്ട് കൊടുത്തെന്ന്, അതായിപ്പം ഹൃദയത്തില്. അവിടെ കൊണ്ട് കൊടുക്കുന്ന കാര്യം തന്നല്ല. മിണ്ടുന്നില്ല. എങ്ങനെ മിണ്ടാനാ? അലഞ്ഞു നടക്കുന്ന സാധുക്കളെ അടുത്തത് വായിക്കും. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്ന സഹോദരങ്ങളോടും സഭക്കാരോടും ഒക്കെ ചില അനുകമ്പയും സ്നേഹവും കരുതലും ഒക്കെ വേണം. കൊച്ചുകുഞ്ഞദേശി പാടിയതുപോലെ കണ്ടും കാണാതെയൊന്നും നീ ആരാധിക്കുമ്പോൾ നിന്റെ അടുത്തിരുന്ന് നിനക്ക് വലിയ വീടും ചുറ്റുപാടും എതിരൊന്നുമല്ല. 5 ഏക്കർ സ്ഥലവും അല്ല, അതിനടുത്ത വീടും ചുറ്റുപാടും. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ, നന്മ തരട്ടെ. അപ്പൊ നിന്റെ അടുത്തിരിക്കുന്ന ആരാധിക്കുന്ന സാധുവായ സഹോദരന് 1 സെന്റ് ഭൂമിയില്ല, ഒരു മുറി പോലും തേച്ചെടുക്കാൻ നിർവാഹമില്ലാതിരിക്കുക. അവന് മറക്കരുത് കേട്ടോ. ഇപ്പോഴിങ്ങനെ കണ്ണടച്ച ആത്മാവിൽ തന്നെ ഇരിക്കരുത്. അവനെ ഒന്ന് നോക്കണം. എപ്പോഴും ഒന്ന് ധ്യാനിച്ചോണ്ട് സമാധി ഇരിക്കുമ്പോൾ ഇരിക്കും. ഇപ്പൊ സമാധി പറയാറില്ല. അവർക്ക് മറക്കരുത് കേട്ടോ. സ്തോത്രം. സഹോദരിമാരോട് പറയാം, കൂട്ടുവിശ്വാസികളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴേ സഹോദരിമാർക്കാകുമ്പോ അടുക്കളയിലൊക്കെ ഒന്ന് കയറാമല്ലോ, ചെന്ന് ചോദിക്കണം, അല്ലെ ഒന്ന് നോക്കിയാക്കണം. അല്ലാതെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ വരച്ചേച്ച് പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇല്ലോ? മനസ്സിലാകുന്നില്ലല്ലോ? ഒന്നല്ല, നല്ല കാര്യം. ഒന്ന് ശ്രദ്ധിക്കണേ. കൂടെ ആരാധിക്കുന്ന സഹോദരിക്ക് നല്ല വസ്ത്രമുണ്ടോ? കൂടെ ആരാധിക്കുന്ന സഹോദരന് നല്ല വസ്ത്രമുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്യണേ. ചെല്ല് പറയത്തില്ല, അതൊക്കെ കണ്ടു അറിഞ്ഞു ഒക്കെ ചെയ്യണം. മറക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? മറക്കരുതെന്ന് വായിച്ചോ. എല്ലാം ഇപ്പൊ തന്നെ മുഖഭാവം എല്ലാം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ അവൻ സ്വന്തം വെളിച്ചം പ്രകാശിക്കും. അല്ലാതെ കൈയടിച്ച് പാടുക, വെളിച്ചങ്ങൾ വീശുന്നു എന്തൊക്കെ ഇങ്ങനെ കിടന്ന് മാറുകയല്ല, കിറി കോടാന്നല്ലാതെ. ഇതൊക്കെ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണമെന്ന്. അടുത്ത വാക്യം നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരുത്തും. നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. പിന്നെ യഹോവയുടെ മഹത്വം നിന്റെ പിൻപട വായിപ്പിക്കുന്നില്ല. നിങ്ങൾ പിന്നെ വായിച്ചോ. 58-ാം അധ്യായത്തിൽ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. എന്നിട്ട് 59-ന്റെ പ്രാരംഭവാക്യത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ്. ഞാൻ ഇങ്ങനെ പറയുന്നത്, 58-ാം അധ്യായത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ
ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നീ നിരാശപ്പെടരുത്. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ഒന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാത്തവരുണ്ട്. 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ ഉറുകിയില്ല. ഇന്ന് രാത്രി ഈ ഭവനത്തോട്, കൂടപ്പെട്ടവരോട്, ദേശത്തോട്, അയൽവാസികളോടെല്ലാം അറിയിപ്പാനുള്ള, ഓൺലൈനിലുള്ളവരോടൊക്കെ അറിയിപ്പാനുള്ള സന്ദേശം, നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്താൽ നിനക്ക് വേണ്ടി ദൈവം വൻക്രിയകൾ ചെയ്യും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഈ ദൈവത്തിന്റെ കൈക്ക് ഒത്തിരി വിശേഷതയുണ്ട്. ഉത്തമഗീതം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് അലങ്കാര ഭാഷയിൽ അംഗപ്രത്യംഗ വർണ്ണന നടത്തിയിരിക്കുക യേശുവിന്റെ. അത് അലങ്കാര ഭാഷയിൽ ഉപമകളും ഉപമാനങ്ങളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത എന്തുണ്ട് എന്ന് ചോദിച്ചു പറഞ്ഞു. വിശേഷത ഉണ്ടെങ്കിൽ അവനേ ഉള്ളൂ. എന്നിട്ട് വിശേഷത 10-ാം വാക്യം മുതൽ പറയാം. വായിച്ച് 10-ാം വാക്യം മുതൽ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ, എന്റെ പ്രിയനെ വെണ്മയും ചുമപ്പും ഉള്ളവൻ, പിന്നെ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ, പിന്നെ എന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. നല്ലോനിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷത ഉള്ളോ. നല്ലോനിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ. നല്ലോനിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ. 1000 പത്താളെ നോക്ക്, അതിൽ എന്റെ മുഖ്യനായുണ്ട്. അപ്പൊ ഈ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് അവിടുത്തെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. അങ്ങനെ വർണ്ണിച്ചു 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 വരുന്ന കൂട്ടത്തിൽ 14-ാമത്തെ വാക്യം വായിക്കാം. 14-ാം വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ, അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. 2 ലോഹങ്ങളെ അവിടെ പരാമർശിക്കുന്നു കൈകളെ പറയുമ്പോൾ. ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഈ 2 ലോകങ്ങൾ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 2 വിഷയത്തെ കുറിക്കുന്നു. സ്വർണം അവിടുത്തെ രാജത്വം അല്ലെങ്കിൽ അനുഗ്രഹം, നന്മ, ഇതിനെ കാണിക്കുന്നു. ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. കാരണം 12 കല്ലുകളിൽ വെച്ച മാർപ്പതക്കമുണ്ട് മഹാപുരോഹിതന്. അതിൽ ഗോമേതക കല്ലുണ്ട്. ഗോമേതകം ദാൻ ഗോത്രത്തിന് നെടല. ദാൻ ഗോത്രം ന്യായവതിക്ക് നെടല. വാക്യങ്ങളെല്ലാം എടുക്കാൻ നേരമില്ല. അപ്പോൾ ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. സ്വർണം രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുത്തെ കൈയുടെ വിശേഷത അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്.
എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷയോടും ദൈവ പ്രവർത്തനങ്ങളോടും മറുത്ത് മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാം, നമുക്കാർക്കും ന്യായവതിയുടെ കരമാകരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ കുടുംബത്തിനോ ശബ്ദപരിധിക്ക് ശ്രദ്ധിക്കുന്നവർക്കോ ദേശവാസികൾക്കോ ഈ ശുശ്രൂഷകൾ ദൂരത്തും ചാരത്തും വരുന്ന സംബന്ധിക്കുന്ന ആർക്കും ഈ കരം ന്യായവതിയുടെ കരമാകരുത്. നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്റെ കരമാകണം. ഞാൻ ഓർപ്പിച്ചല്ലോ, അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ശുശ്രൂഷയോടും മറക്കുന്നവർക്ക് ന്യായവതിയ. ഉദാഹരണം ഒത്തിരി ഉണ്ട്. രണ്ട് കാര്യം ഇപ്പോൾ ഒന്ന് തെളിയിച്ചങ്ങ് പോകാം. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ദൈവം പദ്ധതിയിലിട്ടു. പറവോൻ വിടുകയില്ല. പറവോൻ ഒത്തിരി ഒഴി കഴി പറഞ്ഞു, ദൂരെയൊന്നും പോകരുത്, ഒത്തിരി ദൂരോട്ടൊന്നും. അന്നേരം മോശ ഉപദേശിച്ച് പറഞ്ഞു, അങ്ങനല്ല, 3 ദിവസത്തിൽ. ഉടനെ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യുക, കന്നാലി എല്ലാവരും ഇവിടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാവരും ഇവിടെ. അന്നേരം പറഞ്ഞു, കന്നാലിയെ അത്യാവശ്യം നമുക്ക് യാഗമൊക്കെ നടത്തേണ്ടതാണ്, കന്നാലി വേണം. ഉടനെ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, പെണ്ണുങ്ങളെല്ലാം ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആണുങ്ങളല്ല. അന്നേരം എഴുതിയിട്ടില്ലെങ്കിലും പറഞ്ഞു, ഞങ്ങളുടെ യോഗത്തിന് പെണ്ണുങ്ങൾ അത്യാവശ്യമാണ്, എഴുതോത്രം പറയാനും കൈയടിക്കാനും ഇതുങ്ങളെ ഇതെല്ലാം ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയുള്ളൂ. ഒടുവിൽ പ്രാർത്ഥിച്ച് നിർത്താനും ഒക്കെ ചിലതിനെ കൊള്ളുകയുള്ളൂ. അതുവരെ മിണ്ടുകല്ല. പാവങ്ങൾ അവർ സ്വോത്രം പറഞ്ഞ് വാക്യം വായിച്ചു തരികയും കൈയടിക്കുക. അതുകൊണ്ട് അത്യാവശ്യം ഇവരില്ലാത്ത യോഗം എന്നല്ല, ഇവരില്ലാത്ത ഒരു കാര്യവും നടക്കുകയല്ല. അങ്ങനെ എന്നിട്ടും സ്വോത്രം പറയുന്നത് നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ് പറയുന്നത്. പെണ്ണുങ്ങളെ ഇട്ടേച്ച് പോകുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഇങ്ങനെ ഒത്തിരി ഉപാധികൾ പുള്ളി പറഞ്ഞു. ഒടുവിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങുക, ബാധ. ഓരോ ബാധയ്ക്കും പുള്ളി ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ ബാധ മാറും. പിന്നെ പറവോന്റെ ഹൃദയം. അപ്പൊ മിസ്രയീം ദേശത്ത് മുഴുവൻ ഈ ബാധ കൊടുത്ത പേൻ 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 മോശം അടിയെടുത്ത് നിലത്തടിച്ചു. പൊടി മുഴുവൻ പേനായി. പേനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, ഒത്തില്ല. 8:18 വായിച്ചു. അപ്പൊ മന്ത്രവാദികൾ പറയുന്നൊരു പദമുണ്ട്, 8:18 പെട്ടെന്ന് വായിക്കും. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, അതുപോലെ ചെയ്തു, അവർക്ക് കഴിഞ്ഞില്ലതാനും. അടുത്തത്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ പറവോനോട്, ഇത് ദൈവത്തിന്റെ വിരലാണ്, ഇത് ദൈവത്തിന്റെ വിരലാണ്. ഇത് എണ്ണക്കേട് കൊണ്ട് വന്നതല്ല, ക്ലൈമറ്റ് മാറിയതൊന്നുമല്ല. എടാ പറവോനെ, സത്യദൈവത്തെ ആരാധിക്കാൻ നീ ജനത്തെ വിട്ടുകൊടുക്കാത്തത് കൊണ്ട് ഇത് ദൈവത്തിന്റെ കൈയാണ്, യഹോവയുടെ വിരലാണ്. സ്തോത്രം. ആ വിരല കൊണ്ട് എഴുതിയപ്പോ തന്നെ അവൻ പാടിയെന്ന ദാനിയേൽ വായിക്കുന്നത്. പണ്ടിനാളും മെനെ മെനയത്തൊക്കെ ഊപ്പർസിൽ. അപ്പം വായിച്ച പുള്ളിയെ പറ്റി വേറെ പുള്ളി മെനയാന്ന് പറഞ്ഞു. സഭയെ വന്നാലും പുള്ളി, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പുള്ളി മെനയാ. അതാ മെനയും. ഇത് ദൈവത്തിന്റെ കൈ ന്യായവിധി നടത്തുക, വിരല. അപ്പൊ സത്യദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടുകൊടുക്കാതെ നീ തടുത്തു വെച്ചത് കൊണ്ട്, തടഞ്ഞു വെച്ചത് കൊണ്ട് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവിധിയാണ്. ഏലിയുടെ കാലത്ത് പെട്ടകം പിടിച്ചോണ്ട് പോയി. പിള്ളേരുടെ ക്രമക്കേട് കൊണ്ട് പെട്ടകം പരിസ്ഥിതി ദേശത്തെല്ലാം കൊണ്ട് ഒരു കൊണ്ടുചെന്നിടത്തെല്ലാം മൂലരോഗം. അയ്യോ, മൂലരോഗം കൊണ്ട് നിങ്ങളെല്ലാം കിടന്ന് വലയുക. അവസാനം ഒരു നിഗമനത്തിലെത്തി. മന്ത്രവാദികളെല്ലാം കൂടെ വന്ന് പറഞ്ഞൊരു കാര്യം, 5 എലി, 5 മൂലക്കുരു, 5 ചെല്ലം എല്ലാം കൂടെ ക്രമപ്പെടുത്തി എലിയ ഉണ്ടാക്കി, മൂലക്കുരു ക്രമപ്പെടുത്തി 5 ചെല്ലം ഇതെല്ലാം കൂടെ വെച്ചു. അവരും പറയുന്ന പദമുണ്ട്, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൈയാണ്. വ്യവസ്ഥ തെറ്റി, പ്രമാണം തെറ്റി, പെട്ടകവുമായിട്ട് പോയത് കൊണ്ട് ദൈവത്തിന്റെ കൈയാണ്. അപ്പോൾ എതിർക്കുന്നവർക്കും മറുത്തു മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. എന്നാൽ അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. അതുകൊണ്ടല്ലയോ 8:21 മുതൽ പഠിക്കുമ്പോൾ ആമൻ സ്വോത്രം, അകവാറ്റിന്റെ അരികത്ത് വെച്ച് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എന്നുവെച്ച് പറയാ, അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുത്തെ കൈ അനുകൂലമാണ്.
22 വാക്യം വായിച്ച 22. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും. ഇന്ന് രാത്രി നീ ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ ഭജിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ ഈ കൈ നിനക്ക് അനുകൂലമാണ്. ഉപേക്ഷിച്ചാൽ, ത്യജിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, അവൻ തിരസ്കരിച്ചാൽ ഇത് ന്യായവധികരമാകും. ഇന്ന് രാത്രി ഈ കരമാർക്ക് ന്യായവധിയാകരുത്. ഈ കരം ഇന്ന് രാത്രി വന്നവർക്കല്ല, അനുഗ്രഹത്തിന്റെ കരമാകണം. ദൈവത്തിന്റെ കൈ വന്നാൽ അനുഗ്രഹവും വിടുതലുമാണ്. 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ നിർത്താം. 9 പറഞ്ഞെങ്കിൽ അതിന് മുന്നേ നിർത്താം. പ്രസംഗാർക്ക് ഒരു വെപ്രാളമുണ്ട്. പുള്ളി പയ്യെ തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് എവിടെ കൊണ്ട് നിർത്തും ഒന്നും ചിന്തിക്കണ്ട. പെട്ടെന്ന് നിർത്താം. തന്നെയല്ല, ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അധികം പോകാനും തോന്നുന്നില്ല. ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയമായെന്നറിയാം. ആ പരുവക്കേടായി മുഖത്തൊക്കെ തെളിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ആ ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ താഴോട്ട്, ആ പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായത്തില് 2 മുതൽ താഴോട്ടുള്ളത് എടുത്ത് വായിക്കണം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8, 9. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 1, 2, 3. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2, 3, 4. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴോട്ട്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50 മുതൽ താഴോട്ട്. ആദ്യ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ വായിക്കാം. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് 2 ഭാര്യമാരെയും 2 ഭാര്യ റാഹേലും ലേയായും പിന്നെ 2 ദാസി ബിൽഗാശി 4 പെണ്ണുങ്ങള് 11 പുത്രന്മാരെയും കൂട്ടി. ഒന്നിനെ തന്നെ വലിയ ബുദ്ധിമുട്ടായി അവർക്ക്. എന്നോടൊരാൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു അതിന് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു കേൾക്കണ്ട, എനിക്കും പ്രശ്നമാണ്. ഞാൻ തീച്ചൂളക്കകത്തോടാണ്. അന്നേരം ഒരുത്തം കൂളായിട്ട് 4 എണ്ണത്തിന് ഞാൻ കൊണ്ട് നടക്കുന്നു. എന്തോ കഴിവാ ഇവിടെ. ഇത് കഴിവല്ലേ? സത്യം പറയാം. ഒരെണ്ണത്തിന് ഞാനും നിങ്ങളും ഇവര് സത്യം പറയാം. നമ്മുടെ കഴിവിന്റെ കുറ്റമല്ല, പണക്കാരല്ല പറഞ്ഞത്. നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ചിലപ്പോൾ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ വലിയ താല്പര്യവും കാണും, അവരുടെ വീട്ടുകാർ വരുന്ന വലിയ ഇഷ്ടം. നമ്മുടെ അമ്മയിലും എല്ലാരും അല്ലെങ്കിലും മിക്കതുമായതൊക്കെ തന്നെ കാണുമ്പോൾ ഞാൻ പിന്നെ പമ്മി എനിക്കൊരു സ്തോത്രാന്നൊക്കെ പറഞ്ഞു. അതൊന്നും കണ്ട് ഞാൻ ഇളകത്തുമില്ല. അപ്പൊ ഒരെണ്ണത്തിന് തന്നെ എന്ത് ദൈവകൃപയെ ശരണപ്പെട്ടില്ലേ? ഇന്നാളൊരാൾ പറഞ്ഞു, എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഇവളിപ്പം കുടിക്കാരെ കിടന്നതിന് വന്നു. കുടിക്കാല സ്ഥലമല്ല. അപ്പൊ ഒരുത്ത 4 എണ്ണത്തിന് ലേയായും റാഹേലും ബിൽഗാൻ. രാത്രികൾ പുള്ളി എഴുന്നേറ്റ്. ഒന്നുകൂടെ വായിച്ച ശിവപാസ്ത. രാത്രിയിൽ അവൻ എഴുന്നേറ്റ്. പുള്ളി അങ്ങനെ രാത്രി എഴുന്നേക്കുന്ന പ്രകൃതക്കാരനല്ല. അല്ല, സന്ധ്യയാകുമ്പോഴേ എവിടെയെങ്കിലും മാണ്ട് കിടക്കുന്നവനാ. അതിലെ ഓടി ഒരു സ്ഥലത്ത് ചെന്നപ്പോ സൂര്യൻ വൈകി ക്ഷീണമൊക്കെ കാണും. പുള്ളി ചിലക്ക് എന്നും അങ്ങ് ക്ഷീണമാണ്. എന്നും പണ്ട് മൈക്കുമത്താഴ്ച ഞങ്ങളെ വചനം പഠിപ്പിക്കാൻ പറഞ്ഞായിരുന്നു, 3-4 പേരുടെ മുന്നിൽ ചെന്ന് പെടരുത്. 1, 4 മണി വിട്ടു വരുന്ന പിള്ളേരുടെ മുന്നിൽ ചെന്ന് പെടരുത്. ഇപ്പോഴത്തെ 4 മണിയല്ല, പഴയ 4 മണി. ഇപ്പൊ സ്കൂൾ ബസ്സൊക്കെ ആയത് കുഴപ്പമില്ല. പണ്ട് 4-5-8 കിലോമീറ്റർ നടന്നാ വീട്ടിലോട് ഒരിക്കലും സ്കൂളിൽ പോയി. അപ്പം സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരുടെ മുന്നിലെങ്ങും ഒന്നാമത് ടീച്ചർ അടിക്കുകയും ചെയ്യും. നല്ല ദൂരപടിക്കാ താങ്ങുന്നത്. ഇമ്പോസിഷനും അടിയും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ട വിധത്തിൽ കിട്ടുകയല്ല. പോയിട്ട് വന്നാൽ അപ്പം പിള്ളേര് വിശന്ന് ഭ്രാന്ത് പിടിച്ചാൽ വരുന്നത്. അതുങ്ങളുടെ മുന്നിലെങ്ങും ചെന്ന് 2 ഉടുതേച്ച് കൊണ്ടുവരുന്ന കാളയുടെ മുന്നിൽ രാവിലെ മുതൽ കണ്ടം കടന്ന് ഉടുതേച്ച് കാള ഒരുമാതിരി മൂരി ഇളകി വരിക. അതിനിടെ നീ എങ്ങും ചെന്ന് 3 സഭായം കഴിഞ്ഞിട്ട് വരുന്ന ഉപദേശിയുടെ മുന്നിലും ചെല്ലരുത്. കാരണം സഭയിൽ ഏതെല്ലാം ടൈപ്പ് സാധനമാണ് ഞായറാഴ്ച വന്ന് ഇല്ലേ? വെട്ടിപ്പുകാരും തട്ടിപ്പുകാരും മുച്ചിട്ട് കളിക്കാരും ഏതെല്ലാം ടൈപ്പാണ്. ഗുണ്ടായുസം ഉള്ളവന്, പലിശയ്ക്ക് പണം കൊടുക്കുന്നവന്, ബ്ലേഡുകാരൻ, ബ്ലേഡ് തോമ,
തത്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാൻ അയലത്തുകാരോട് മിണ്ടാതെ കുത്തിക്കാരൻ ഗുണ്ട ഇതൊക്കെ സൺഡേയാ വന്ന് സാക്ഷിക്കകത്തൂടെ മാറ്റം വായിക്കുമ്പോഴും പ്രസംഗത്തിലൊക്കെ നല്ല താങ്ങും കുത്തും ഒക്കെ കുത്തിവെച്ച് അതിനിടയ്ക്ക് കമ്മിറ്റി ബഹളം അസ്വസ്ഥത ഒരുമാതിരി അസ്വസ്ഥതപ്പെട്ട് ഇരിക്കും. അതുകൊണ്ട് മൈക്ക് വത്താഴ്ച പറയും സഭായം കഴിഞ്ഞു വരുന്ന ഉപദേശിയുടെ മുന്നിൽ നിന്ന് ചെന്ന് വലിയ കൊല്ലാമ ഊറിച്ചിരിക്കും. എന്തോ വിഷയം കാണും ഇവിടെ ഉണ്ടെന്നല്ല, നേരത്തെ ഓർത്താരും ദൈവത്തിന്റെ മഹത്വം. ഞാൻ ഒരാളെ ഉപദേശിച്ചല്ല, അയ്യോ ശുശ്രൂഷ ചെയ്തവരോട് ചോദിച്ചു. ചില വിശ്വാസങ്ങൾ ആക്ഷേപിക്കും, പാസ്റ്റർ വലിയ ചാട്ടം ഞങ്ങൾ തരുന്നതല്ലേ തിന്നുന്നേ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ചില പിള്ളേരോട് ചോദിച്ചിട്ടുണ്ട്, നീയൊക്കെ എന്തിനാ കിടന്ന് ചാടാനാടാ? ഞാൻ ഇരിക്കുമ്പോൾ ആ ഒരു തള്ള, അമേരിക്കക്കാരി തള്ളയാ, ഇപ്പോഴും കൊണ്ടാ തള്ള. ഈയിടെ ഞാൻ കണ്ടു, പാസ്റ്ററുടെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം കണ്ണിൽ കൂടെ ഞാൻ കണ്ട അനുഭവ സാക്ഷി. ഈ തള്ള പറയാ, എന്നാ കിടന്ന് ചാടുന്നേ? ഞങ്ങളുടെ പിള്ളേർ അമേരിക്കയിൽ നിന്ന് തരുന്നുകൊണ്ടല്ലോ താനും തന്റെ മക്കളും. ഇപ്പൊ തള്ള ഇങ്ങനെ ആയിരിക്കുന്നു. പാസാണ്ടിയുടെ അമ്മാമ്മയെ വെച്ചോണ്ട് വീശി പോകുന്നു. പാസയുടെ പിള്ളേരെ എന്ത് ചെയ്യും? അമേരിക്ക വിട്ടു. മനസ്സിലാകുന്നുണ്ടോ? അല്ലേ ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്നെ പൊട്ടം കളിപ്പിക്കുക. അങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നവരുമുണ്ട്. മറുവശമുണ്ട്, ചില പാസ്റ്റർമാരും വലിയ വില്ലന്മാരാ. എനിക്ക് ഇപ്പോൾ വരാൻ സമയമൊന്നുമില്ല, എന്നെ കാണണമെങ്കിൽ 9 കഴിഞ്ഞാൽ എന്നെ ഫോൺ ചെയ്യരുത്. നീ പാട്ടറാണോ? 9 കഴിഞ്ഞാൽ ഞാൻ കൃത്യം 1 മണിക്ക് ഫുഡ്, ലഞ്ച്. നീ വാഷറല്ല, നീ വാഷറാ. വാഷറുണ്ട്, നമ്മൾ ഇത് വാഷറന്നല്ലേ? സുവിശേഷ വേലക്കാർക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. സമയത്ത് കഴിക്കാനൊന്നും കിട്ടിയെന്ന് വരികയല്ല, സമയത്ത് ഉറക്കമൊന്നും നടന്നെന്ന് വരികയല്ല, ഉദ്ദേശിക്കുന്നിടത്ത് ചിലപ്പം മെത്തയോ കട്ടിലോ ഷീറ്റൊന്നും കിട്ടിയെന്ന് വരിക. ഇതൊക്കെ അറിഞ്ഞേച്ച ഈ വേലയ്ക്ക് ഇറങ്ങാവും. ചിലപ്പോൾ അർദ്ധരാത്രിക്കാർക്ക് ഒരു വിശ്വാസം വിളിക്കുന്ന പ്രാർത്ഥിക്കാൻ പോകണം. ഇല്ലേ, നിന്നെ ഈ വേലയ്ക്ക് കൊള്ളുകയല്ല, നിന്നെ വേറെ വേലയ്ക്ക് കൊള്ളാം. 9 കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്. പണി ഞങ്ങളുടെ അച്ചായന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, അന്നമയെ നിന്നെ കറിയെത്തിക്കുമോ? ഞാൻ മീൻ്റെ നടുനൂർക്കേ കഴിക്കുവോളെന്നു. ബിരുദകാരി വന്നപ്പോ അവർ കൂടെ കൊടുത്തപ്പോ പുള്ളിക്ക് വാലിന്റെ ഭാഗമാ കിട്ടിയത്. അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ നമ്മളോട് പറയാം, അന്നമേ നിനക്ക് അറിയത്തില്ലോ ഞാൻ നടുനൂർക്ക് സ്വന്തം പെങ്ങക്കാ കൊടുത്ത. പെങ്ങളെ മക്കളുടെ വിരുന്ന് വന്നപ്പോ സ്വന്തം പെങ്ങക്ക് കൊടുത്ത പുള്ളിക്ക് എന്നെ നിങ്ങളെല്ലാം വള്ളം മുങ്ങിയത് പോലെ ഇരിക്കുന്നേ. അയ്യോ, കർത്താവിന്റെ വേലക്കാർക്ക് ഇത് പറ്റുകയല്ല. നിർബന്ധ ബുദ്ധി, താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും പഠിക്കണം. പൗലോസ് പറഞ്ഞ എല്ലാം ഞാൻ ശീലിച്ചെന്നാണ് വേണം. ഇത് രാത്രിയിൽ എഴുന്നേറ്റ പുള്ളി അങ്ങനെ രാത്രിയിൽ എഴുന്നേക്കുന്ന സന്ധ്യ ആയപ്പോഴേ തലയണയായിട്ട് ഒരു കല്ലും കിട്ടി, കിടന്നുറങ്ങി. തലയിണയായി കലി മാത്രം എന്നെണ്ണുമ്പോൾ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കലി മാത്രമെന്നെണ്ണുമ്പോൾ ദൂതന്മാരിറങ്ങി വരും. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ, നിന്നാത്മബലം എനിക്കാനന്ദമേ. നിന്നിൽ ഞാൻ പറയട്ടെ.
അകലെന്ന് നീ കരുതിടുമ്പോൾ തുണയായാലും അകലെന്ന് നീ കരുതിടുമ്പോൾ തുണയായാലും അതേ സമയം പോകുന്നല്ലോ. രാത്രിയിൽ എഴുന്നേറ്റ് സദ്യക്കാൻ കിടക്കുന്ന പുള്ളിയെ ഇപ്പം രാത്രി ഉറക്കം പോലും എഴുന്നേക്കേണ്ട വിഷയങ്ങളാ. അളിയന്മാരോടൊക്കെ അമ്മായിയപ്പൻ്റെ മുഖത്ത് അത്ര തൃപ്തിയൊന്നും. പുള്ളി ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമെങ്കിലും മുഖത്ത് തെളിച്ചില്ല. അത് മിക്കതും അങ്ങനൊക്കെ തന്നെ. എന്തെല്ലാം കാണിച്ച പരുവത്തിന് വന്ന് എന്നാലും മുഖത്തോട് നോക്കി ഐശ്വര്യം ഒന്നും. അപ്പൊ അമ്മായിയപ്പൻ്റെ മുഖഭാവം അത്ര നല്ലതല്ല, അളിയന്മാരുടെ ഡയലോഗ് അത്ര നല്ലതല്ല. എല്ലാം കൂടെ കണക്കിലെടുത്ത പുള്ളിക്ക് മനസ്സിലായി നീ ഇവിടെ നിന്ന് അന്നുകൊണ്ട് ദത്ത് നിർത്തി. ദത്ത് നിൽക്കാതിരിക്കുന്നതാ. നിങ്ങൾ എനിക്ക് വാസ്തു മനഃപൂർവ്വം കുടുംബകലം ഉണ്ടാക്കാൻ അല്ല. തന്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്റെ സമ്പത്തും കൂട്ടിക്കൊണ്ട് യാത്ര തിരിച്ചു. 20 കൊല്ലം മുമ്പ് കൊല്ലാൻ നിന്ന ഏശാവ് അവിടെ ഉണ്ട്. ഇപ്പം അമ്മായിയപ്പന്റെ വീട്ടിൽ നിൽക്കാൻ നേര. വളരെ പ്രതിസന്ധി. ഭാര്യമാരോടെല്ലാം ഒന്നും തുറന്ന് പറയാനും ഒക്കത്തുമില്ല. പിന്നെ നിന്റെ മാർവടത്തിൽ ജയിക്കുന്ന ഭാര്യയോട് പോലും എല്ലാം തുറന്ന് പറയുന്ന ആ പുസ്തകത്തിലെ വാക്യം. എല്ലാം ഒന്നും തുറന്ന് പറയരുത്. പറയേണ്ടത് പറയാവൂ. നിങ്ങളും അങ്ങനെ പറയാവുള്ളൂ. എല്ലാം ഒന്നും തുറന്ന് ഞാൻ BCM കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ മതി, ചരിത്രം ഒന്നും പറയണ്ട. ഇവാന്യൂസിൽ പഠിച്ചെന്നുള്ളത് സന്തോഷം, അത് മതി. അതിന് കൂടുതൽ വിവരണങ്ങളൊന്നും എല്ലാം ഒന്നും തുറന്ന് പറയരുത്. പക്ഷെ എല്ലാം ദൈവത്തോട് പറയണം. അവിടെ ഒന്നും മറച്ചു വെക്കരുത് കേട്ടോ. എന്നാ അമ്മ ദാടിക്കയും കൊടുത്തിരിക്കുന്നു. സങ്കടപ്പെടണ്ട, ഉള്ള കാര്യമായി പറ. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലുമ്പോൾ താൻ കേൾക്കും. യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാ കർത്താവിനോട് പറയാം. പക്ഷെ എല്ലാ കാര്യവും എല്ലാവരോടും പറയാനൊക്കത്തില്ല. ഭാര്യമാരോട് എല്ലാം ഒന്നും തുറന്നു പറഞ്ഞില്ല. പക്ഷെ മനോവേദനയോടാ യാത്ര. അങ്ങനെ യാത്ര ചെയ്ത് യാബോക്ക് കടവിന്റെ തീരത്ത് വന്ന് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി. അക്കരെ കടത്തി വളരെ ഭാരത്തോടെ നിൽക്കുമ്പോൾ ദൂതൻ വന്നു. ദൂതനുമായിട്ട് മല്ല് പിടിച്ചെന്ന ഉൽപ്പത്തിയിൽ ഹോശിയാക്ക പഠിക്കുമ്പോൾ പ്രാർത്ഥിച്ചെന്ന. നേരം വെളുത്തിട്ടും പ്രാർത്ഥന നിർത്തിയില്ല. അപ്പൊ ദൂതൻ പറഞ്ഞു, ജേക്കപ്പെ വിടടാ, സൂര്യൻ ഉദിക്കുന്നു, വെളിച്ചം വീശുന്നു, എനിക്ക് പോകണം. അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുന്നില്ലെന്ന് കണ്ടപ്പോൾ യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം പൊട്ടു. പേരെന്താന്ന് ചോദിച്ചു. പേര് ജേക്കബ്. 27 അങ്ങനല്ലല്ലോ പറഞ്ഞേ. 27 അത് 27 അങ്ങനെ പറഞ്ഞെങ്കിലും ഇവിടെ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഒരു ചെറിയ പിടുത്തം, ചെറുതല്ല വലിയ പിടുത്തമാ. തുടയുടെ സത്യം പറഞ്ഞു. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, വിവരിക്കുന്നില്ല. തമ്പുരാൻ പറഞ്ഞു, നീ സത്യം സംസാരിച്ചല്ലോ, നിന്റെ പേര് ജേക്കബ് എന്നല്ല, ഇസ്രായേൽ പ്രഭു. പ്രഭു ഉപായമെല്ലാം ഇന്ന് രാത്രി നിർത്തിക്കോണം, വിട്ടോണം. നിന്റെ പേര് പ്രഭുവാ. നിന്റെ പേരും പ്രകൃതിയും എല്ലാം മാറുക. യഹോവയുടെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം പൊട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ദൂതൻ എന്ന് പറയുന്നത് ദൈവം തന്നെ. സർവശക്തൻ തന്റെ കൈ കൊണ്ട് യാക്കോബിനെ തൊട്ടു.
ഇവന്റെ പഴയ പേരും പ്രകൃതിയും മാറി ഒരനുഗ്രഹത്തിന്റെ പേര് ദൈവം കൊടുത്തു. മാത്രമാണോ, പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ 33 ഏശാവോടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴുത്ത് വീണ് ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. ഞാനിങ്ങനാ പറയുന്നത്, ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ നിന്റെ പേരും പ്രകൃതിയും മാറി വിരോധമായി നിൽക്കുന്നവൻ അനുകൂലപ്പെട്ടു വരും. യാക്കോബിനെ തൊട്ട കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊടും. നിന്റെ പഴയ പേരും പ്രകൃതിയും എല്ലാം മാറ്റി അനുഗ്രഹത്തിന്റെ പേര് ദൈവം നിനക്ക് നൽകി. നിനക്ക് വിരോധമായി പ്രതികൂലമായി നിൽക്കുന്നവര് ഇന്ന് രാത്രി അവിടുന്ന് അനുകൂലപ്പെടുത്തി നിന്നോട് കൂടെ വരുത്തുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. വാക്യങ്ങൾ ഒത്തിരി പറഞ്ഞെങ്കിലും എല്ലാം പറയുന്നില്ല, പെട്ടെന്ന് നിർത്തുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-8 അറിവുള്ള വാക്യമാ വായിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ന്റെ 7-8 പെട്ടെന്ന് വായിക്കാം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. ഒരാളെ തൊട്ടു, ഈ പുള്ളിയെ തട്ടി. പിന്നെ എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അടുത്തത്, അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ച് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. പശ്ചാത്തലഭാഗമൊക്കെ അറിയാം. ഒരു തള്ളയുടെ വാക്ക് കേട്ട് പേടിച്ച് കിടക്കായി ആകാൻ. തള്ള എത്ര തള്ളയാ? പിന്നെ ഉള്ള ഉപവാസ പ്രാർത്ഥന നടത്തി ഒരു തന്നെ തട്ടിയ തള്ളയാ. എന്നും അമ്മ ഫാസ്റ്റിംഗ് പറയാം. ജീസസ് പാമ്പ് പിടിച്ചവനെ വക വരുത്തി. തന്നെയല്ല തള്ള കൂടോത്രക്കാരിയാ. നാളെ ഞാൻ സ്ഥലത്ത് നിന്ന് വെച്ച് പുള്ളിക്കാരിയാണ്. അത് കൂടോത്രം കുഞ്ഞമ്മയാണ്. അത് വേറെ വിഷയമാണ്, ഇപ്പൊ പറയാനൊക്കത്തില്ല. ഇവിടെ ശുദ്രക്കാരിയായി ഇസബേല്, സീദോന്യ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രിയാണ് ഇസബേല്. ശുദ്രം ചെയ്യും. അതുകൊണ്ട് ഏകു ഇസ്രായേലി വന്നപ്പോ യോരാ ചോദിച്ചു, ഏകുവേ സമാധാനമാണോ? അപ്പൊ ഏകു പറഞ്ഞു, എനിക്കോ? എടാ, നിന്റെ അമ്മയുടെ കൂടോത്രം ശുദ്രമേ, ഇതുപോലെ ഒടുവത്തിരിക്കുമ്പോ എനിക്ക് വല്ല സമാധാനമുണ്ടോ? പിന്നെ 2 കണ്ണന്മാരെ കണ്ട ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. തട്ടി തള്ള താഴെ ഇട്ട് തള്ള കണ്ണുമൊക്കെ ഇങ്ങനെ എഴുതി അടിച്ച് തള്ള താഴെ ഇട്ട് കണ്ടാനം നീ എഴുതരുത്. മുടിയെല്ലാം ചീകി അന്തറാക്കൊള്ളിയെല്ലാം ഒപ്പിട്ട് ഇങ്ങനെയുള്ള വിലസുകാരുന്നു. എന്നാ പറയാ, ആരുമില്ലെന്ന് ചോദിച്ചാൽ 2 അടിച്ച് താഴെ ഇട്ട് കളഞ്ഞു. അപ്പൊ ഇവിടെ ശുദ്രം ചെയ്യുന്ന അഹങ്കാരിക. മാത്രമല്ല, തന്റെ പ്രവാചകന്മാരെ കൊന്നതിന് ചൂട് പിടിച്ചു പറഞ്ഞു, അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ഏലിയാവിനെ തട്ടു. പുലി പേടിച്ച് ചൂടച്ചടിയുടെ. അതിനെപ്പറ്റി വേദപണ്ഡിതാക്കൾ ചെല്ല് പറയുന്നത്, ഇവിടെ ശുദ്രം ചെയ്യുന്നവള ഏലിയാവിനെതിരെ ഭയങ്കര ആഭിചാരം ചെയ്തെന്ന അതിന്റെ ഫൈറ്റിംഗ് ഉണ്ടായി. അതൊക്കെ ഉണ്ടാവും, പക്ഷെ ജയിക്കത്തില്ല. ഫൈറ്റിംഗ് ഉണ്ട്. ആ ഫൈറ്റിങ്ങിനെ അതിജീവിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ യോജിക്കത്തില്ല. നീ മുഴങ്കാലിലിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ ദൈവം നിനക്ക് ജയം തരും. നിന്നെ ചപ്പളാത്തിയാടിയൊക്കെ ആടിയിരുന്ന വ്യായി നിന്നെ ചാപ്പും. ഞായറാഴ്ച വന്നിരിക്കുക, മുണ്ടിയിരിക്കും പോലെ നാളെ എടുത്തിരിക്കുക. ആഭിചാരത്തിന്റെ എഫക്റ്റ് ഉണ്ട്, പക്ഷെ അത് നിന്നെ ജയിക്കത്തില്ല. ജയിക്കാതിരിക്കണമെങ്കിൽ നീ പരിശുദ്ധാത്മ നിറവിൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ പോരിന്റെ ആത്മ ജഡീകമല്ല, കോട്ടകളെ ഇരിക്കുന്ന ദൈവശക്തിയാണ്. അല്ലാതെ വിവരിക്കുന്നില്ല. പുള്ളി പേടിച്ച് കിടക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞു, മതി കർത്താവ്, ശുശ്രൂഷകൾ ഒത്തിരി ചെയ്ത് നീ എന്നെ അങ്ങ് നിന്റെ വിചാരമാണോ ദൈവത്തിന്റെ വിചാരം? നീ മരുഭൂമിയിൽ മരിക്കാൻ കിടക്കുക. തമ്പുരാന്റെ പദ്ധതി എന്നാണെന്നറിയാം. എടാ, നീ ജാഗത്തില്ല. അഗ്നിമയ രഥങ്ങളും അശ്വങ്ങളും കൂടെ അങ്ങോട്ട് ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെടുമ്പോൾ സകല നിന്റെ ശിക്ഷ നോക്കി നിൽക്കുന്ന ഞാൻ നിന്നെ മേളോട്ട് എടുക്കാൻ പോവാ. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ വഴിയുമല്ല ദൈവത്തിന്റെ വഴി. അതുകൊണ്ടാണ് നമ്മുടെ തട്ടി യാക്കോബിനെ തൊട്ടു, ഇങ്ങനെ തട്ടി എഴുതാൻ ഭക്ഷണം കഴിക്കാൻ കഴിച്ചു കുടിച്ചു.
ആ ആകാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബ് എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നിന്നെ തൊട്ടാൽ, അവിടെ ദൂതൻ വന്ന് തൊട്ടു കരം തൊട്ട് കഴിഞ്ഞപ്പോൾ മരണഭീതി മാറി, ചിത്തഭ്രമം മാറി, ഇവൻ ഉദ്ദേശിക്കാത്ത സ്ഥാനത്തും ദൈവം എത്തിച്ചു. അമ്മ പറഞ്ഞ് ശുശ്രൂഷയുണ്ട്, നീ യേഹൂവിനെ അഭിഷേകം ചെയ്യണം, എലീശായെ അഭിഷേകം ചെയ്യണം. സ്തോത്രം. ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കാതെ ആര് നിനക്കെതിരെ ആവിചാരമോ മന്ത്രവാദമോ ശുദ്രമോ എന്ത് ചെയ്താലും ഏക്കത്തില്ല. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. ലക്ഷണമിട്ട് ഇസ്രായേലിന് ഫലിക്കത്തില്ല. നിനക്ക് വിരോധമുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. നിന്നെ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ദൈവമുണ്ട്. അവൻ യാക്കോബിനെ തൊട്ടകര കുറുകിപ്പോയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകര കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊടുക. ഭീതികളുടെ മാനത്ത്, ചിത്തപ്രബന്ധങ്ങൾ മാനത്ത്, നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറക്കെതിരെ ആവിചാരവും ശുദ്രപ്രയോഗമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിന്റെ കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാ. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്ത് ആവിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശാധിപതികളുടെ പോരികൾ, ദേശത്തിന്റെ കെട്ടുകൾ ദൈവത്തിന് മഹിത്വം, ദൈവത്തിന് മഹിത്വം, ദൈവത്തിന് മഹിത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ദീർഘമാക്കുന്നതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. യാക്കോബിനെ തൊട്ടകരം കുറുകി, ഏലിയാവിനെ തൊട്ടകരവും കുറുകിപ്പോയില്ല. മത്തായി 5:6-7 ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗം കഴിഞ്ഞ ഇറങ്ങി വന്നപ്പം ആ മലയിൽ നിറങ്ങി വന്നപ്പോൾ ഒരുത്തൻ നിൽക്കുന്നു, കുഷ്ഠരോഗിയ. അവൻ ചോദിച്ചു, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഇവന്റെ ഹൃദയവേദന കണ്ട ചേച്ചി പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കൈ നീട്ടി തൊട്ടു, അന്നേരം ശുദ്ധമാണ്. അവിടുത്തെ കരം രോഗശാന്തി തരുന്ന കരമാണ്. കുഷ്ഠരോഗിയെ തൊട്ട കരം കുറുകിയിട്ടില്ല. ബ്രെയിൻ ട്യൂമർ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ക്യാൻസർ ഒന്നും ദൈവത്തിന് വിഷയമല്ല. കിഡ്നി പ്രോബ്ലം ഒന്നും ദൈവത്തിന് വിഷയമല്ല. ഷുഗർ കൂടിയതൊന്നും ദൈവത്തിന് വിഷയമല്ല. അവൻ ഹാർട്ടിൽ ഇത്ര ബ്ലോക്ക് ക്രെഡിറ്റാ പറഞ്ഞ എടാ പൊട്ട, ഇത് ദൈവത്തിന് വിഷയമൊന്നുമല്ല. 8 സ്തോത്രം. സകല ബ്ലോക്കും ഇന്ന് രാത്രി യേശു മാറ്റും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവന്റെ അടിപ്പിടാൻ സൗഖ്യമെന്ന് വിധിക്കുക. രോഗശാന്തിയും ആരോഗ്യം നമ്മുടെ വാഗ്ദത്തമാണെന്ന്. കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ അവൻ സകല കെടുതികളും രോഗപീഠകള് ഇന്ന് രാത്രി യേശു മാറ്റും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കും. നിന്റെ അകത്തുമൊക്കെ ബോധിക്കും. സകല രോഗത്തെ സൗഖ്യമാക്കും. അവൻ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. കുഷ്ഠരോഗിയെ തൊട്ടകരം കുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ശിഷ്യന്മാര് തടഞ്ഞു. ഇപ്പൊ ടൈമൊന്നും ആയില്ല. ഇപ്പൊ പിള്ളേർക്കുള്ള ടൈമല്ല, പ്രായമുള്ളവർക്ക് വേണ്ടി അല്ലല്ല. യേശു പറഞ്ഞു, എന്തിനാ അവരെ തടയുന്നത്? അവിടുത്തെ തൃക്കൈ വെച്ച് കുഞ്ഞുങ്ങളുടെ ശിരസ് വെച്ച് അനുഗ്രഹിച്ചു. ആ കരത്തിന്റെ പ്രത്യേകത നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്നതാണ്. കണ്ടോ, 3 4 ദൈവം നിനക്ക് തന്ന സന്തതിയെ ഒരെണ്ണം നശിച്ചു പോകത്തില്ല. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ്. യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. കുഷ്ഠരോഗിയെ തൊട്ടകരം ഒന്നും കുറുകിപ്പോയിട്ടില്ല. തലമുറകളെ അനുഗ്രഹിക്കുന്ന കരം കുറുകിയിട്ടില്ലെന്ന്. 3 ദിവസം വചനം കേട്ടു. ശിഷ്യന്മാർ പറഞ്ഞു ഇവിടെ ചായക്കടയൊന്നുമില്ലെന്ന്. യേശു പറഞ്ഞു, നിങ്ങളെ കൂടെ 3 ദിവസം വരുന്നില്ല. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല. 5 അപ്പം ഒരു ബാലകന്റെ, അത് അന്ത്രയോസിന്റെ മോനാണെന്നാ പറയുന്നത്. അതുകൊണ്ട് ആ പുള്ളി കൃത്യം 5 അപ്പവും ചെറുക്കൻ്റെ 5 അപ്പം തുറന്നു നോക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് കൊടുത്തു കൊണ്ടതാണ്. ഞാൻ ബാക്കിയുള്ള എല്ലാം എടുപ്പിക്കുന്നില്ല. 5 അപ്പവും 2 മീൻ. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2ഉം എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശുനായക വാഴ്ക ജീവനായക യേശുനായക വാഴ്ക ജീവനായക. എടുക്കുന്നില്ല. സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി കൊടുത്ത് വിളമ്പ് പറഞ്ഞു വിളമ്പി ഊപ്പാട് വന്നു. അവിടെ വായിക്കുന്ന എല്ലാവരും തിന്ന്
അവിടുത്തെ കരം നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കരം. സ്തോത്രം സ്തോത്രം. നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കരം. സൂക്ഷ്മം പറ, നിർത്തുക, മതി. യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയില്ല, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയില്ല, തലമുറയെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല, അപ്പം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല. ഒടുവിൽ ബദാന്യോളം കൂട്ടിക്കൊണ്ടുപോയി അന്തകൽപ്പന കൊടുത്തേച്ച് കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുക. ലൂക്കോസ് 24:50 ആ കരം ഇന്ന് ഇങ്ങനെ നിൽക്കുക, തന്റെ ജനത്തെ അനുഗ്രഹിച്ചോണ്ട്. ആ കരം ഇന്ന് രാത്രി ആശീർവാദത്തോടെ നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ മേലും നിൽക്കുക. ആ കരം ഉയർത്തി ദൈവത്തിന് മഹിമ കൊടുക്കുക. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കണ്ടത് ചെല്ലപ്പെടുന്ന എനിക്ക് ബോധവും വിവരമൊന്നും ഇല്ലെന്ന. ഇപ്പൊ കണ്ടോ, വിവരം ഉണ്ടോന്ന് കൃത്യം 9 നിർത്തി. ദൈവത്തിന് മഹത്വം. എന്തായാലും ഈ ഭവനത്തിന്റെ അങ്കണത്തില് ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചു. മോൻസിയെയും തോമാച്ചായനെയും കുടുംബത്തെയും സമീപ ഭവനത്തിലുള്ള എല്ലാ ബഹുമാനായ പ്രിയപ്പെട്ടവരെയും സിയോൻ സഭയെയും മറ്റു സഭകള് ശുശ്രൂഷകന്മാർ ദൈവമക്കൾ നമ്മുടെ ചായക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. ദൈവത്തിന് മകത്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം, പ്രാർത്ഥിക്കാം. ഒരു പാട്ടിന്റെ 2 ശീല് പാടിയാൽ മതി, അതിന് സമയമുള്ളൂ. അതുപോലെയോ കൂടുതൽ വേണോ? വേണ്ടല്ലോ, അത് മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. യാക്കോബിൻ ദൈവം എന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്നും കൈയടിച്ച് ചേർന്ന് നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും നമ്മെ ഇമ്മാനുവേൽ നടത്തിടുമേ. ഓരോ ദിവസവും ഒരിക്കൽ കൂടി ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.